Holy Spirit. Love you, Jesus. Thank you, Lord. നമ്മൾ 2026 നല്ല നല്ല ഒരു വർഷത്തിലേക്ക്, നല്ല ദിവസങ്ങളിലേക്ക് കയറുവാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? വി ആർ എൻട്രിങ് ടു ദ ഡിവൈൻ പ്രൊവിഷൻസ് ആൻഡ് ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം വെളിപ്പെടാനുള്ള ദിവസത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിരിക്കുക. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻഗ്രേസ് ചേർച്ചിന്റെ പ്രയർ മീറ്റിംഗിൽ ഒന്നും കൂടി ജോയിൻ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ച ആ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബീന സിസ്റ്റർ, അജയ് ബ്രദർ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വിശിഷ്ട ദാസന്മാരായ ഒത്തിരി പേര് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പാസ്റ്റർ നെയിമില് മാത്യു അങ്കിൾ, പാസ്റ്റർ അങ്കിൾ, ദാവീദ്, അങ്ങനെ പേര് എനിക്ക് ഡാനിയലാണോ, ദാവീദ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഡാവിഡ്. ഓക്കെ, ഒത്തിരി പേരെ എനിക്ക് പരിചയമില്ല. ഞാൻ വിചാരിക്കുക നമുക്ക് ആർക്കും പരസ്പരം പരിചയമില്ല അല്ലെ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ബട്ട് we are bind in one in the name of Jesus by the blood of Jesus. യേശുവിന്റെ രക്തത്തില് എനിക്കൊരു ഡാഡി ഉണ്ട്, ഇവിടെ മമ്മി ഉണ്ട്, ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്, അങ്കിൾ ഉണ്ട് അല്ലെ. വി ആർ സോ പ്രൗഡ്. കർത്താവിൽ ദൈവം നമുക്ക് തരുന്ന പ്രസ്റ്റീജ് ആയത്. നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മളെ സ്നേഹിക്കുവാൻ അപ്പനും അമ്മയും സഹോദരനും സഹോദരിമാരും നമുക്കുണ്ടാകും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. ഇന്നത്തെ ദിവസം എനിക്ക് ത്രോട്ടിൽ ഒത്തിരി പെയിൻ ഉണ്ട്, എങ്കിലും പരിശുദ്ധാത്മാവ് ബലം തരും. ദൈവം കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററോട് ഞാൻ ചോദിക്കുക, എന്നോട് ടൈം എത്ര മിനിറ്റ് ആയിരുന്നു മെസ്സേജിന്റെ ടൈം? 1 hour. ഓക്കെ, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്നോട് കഴിഞ്ഞ ഡിസംബർ മാസം പറയായിരുന്നു, ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു തികഞ്ഞ മാസമാ, ഒരു ഗർഭിണിയുടെ 9ാം മാസം പോലെയാ ഡിസംബർ മാസം. അത് തികഞ്ഞിരിക്കുന്ന ഒരു നിറഞ്ഞ വയറു പോലെയാണ്. കാരണം എന്താന്ന് പറയുക, ജനുവരി ആകുമ്പോ അനുഗ്രഹങ്ങളെ പ്രസവിക്കുകയും അനുഗ്രഹങ്ങളെ കാണുമാറാക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. പക്ഷെ പലരും ജനുവരി 1 മുതൽ പുതിയൊരു തുടക്കം ആരംഭിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, യു പ്രിപ്പയർ ആൻഡ് ഫിൽ വാട്ട് എവർ യു നീഡ്. അത് ഡിസംബർ മാസമാകുമ്പോ ഒറ്റ മാസം കൊണ്ട് നീ എന്ത് ചെയ്യണം, 12 മാസത്തേക്ക് വേണ്ട പ്രോമിസസിനെ ക്യാരി ചെയ്ത് 1-ാം തീയതി മുതൽ യു സ്റ്റാർട്ട് ടു സോ ഇറ്റ്. അതിനെ റിസീവ് ചെയ്യുന്ന വർഷമായിരിക്കും. അതിനെ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത ഡിസംബർ വരെ നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും അല്ലെ. നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് വൃക്ഷമാക്കി എടുക്കുക. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞു, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തികഞ്ഞിരിക്കുന്ന മാതാവിന്റെ ശരീരം പോലെ ആകട്ടെ ഡിസംബർ മാസം. അടുത്ത ജനുവരി മുതൽ കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തത് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ദൈവം ഈ ഡിസംബർ മാസം തുടങ്ങുമ്പോഴേ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് ഈ വർഷത്തിന്റെ മേലെ എനിക്കൊരു ടൈറ്റിൽ താ, ഒരു പേര് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പലരും നമ്മൾ പല കൃപയുടെ വർഷം, കൊയ്ത്തിന്റെ വർഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ദൈവത്തിന്റെ വിശുദ്ധദാസന്മാരും സഭയിലൊക്കെ ശുശ്രൂഷകന്മാരിരിക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി എൻ്റെ കുടുംബത്തെ ചൊല്ലി കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഈ വർഷം കർത്താവ് എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ദൈവം എനിക്ക് എൻ്റെ വർഷത്തിനൊരു പേരിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഡിസംബർ 1 മുതൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കി തന്നു. ഓരോ വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഈ വർഷം നിനക്ക് ഇയർ ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരിക്കുന്നു. അവകാശത്തിലേക്ക് കയറുന്ന വർഷമായി ദൈവം നിന്നെ മാറ്റുന്നു. കർത്താവിന്റെ അവകാശത്തിലേക്ക് കയറുന്ന വർഷമാക്കി നിന്നെ മാറ്റും. ഇയർ ഓഫ് ഇൻഹെറിറ്റൻസ്, ഇയർ ഓഫ് ഇൻഹെറിറ്റൻസ് കർത്താവ് പറഞ്ഞു. നീ അതിനെ എന്ത് ചെയ്യണം? അതിന് വേണ്ടതിന് വേണ്ടി നീ പ്രിപ്പയർ ആകണം. ഇനി നിനക്ക് കാത്തിരിക്കാൻ സമയമില്ല. ഇനി നമുക്ക്
എന്താ പ്രിപ്പയർ ചെയ്യല്ല, അവകാശത്തിലേക്ക്. അത് സ്പിരിച്വലി ഉള്ള കാര്യമാണെങ്കിലും ഭൗതിക കാര്യമാണെങ്കിലും നമുക്കുള്ള വിശുദ്ധീകരണത്തിന്റെ കാര്യമാണെങ്കിലും കർത്താവിനോട് പറയും, ചില അവകാശത്തിനകത്ത് കയറിക്കഴിഞ്ഞാലേ ഇതിനെയൊക്കെ നമുക്ക് തരുവാൻ സാധിക്കത്തുള്ളൂ എന്നൊരു വെളിപ്പാട് എൻ്റെ ഉള്ളിലുണ്ടായി. ചില അവകാശത്തിനകത്തേക്ക് നമ്മൾ കയറണം. ദൈവം എന്നോട് പറയുന്നു, ചില അവകാശത്തിനകത്തേക്ക് നീ കയറണം. ചില അവകാശത്തിനകത്തേക്ക് നീ കയറിയെങ്കിലേ നിനക്കിത് കിട്ടത്തുള്ളൂ. നിനക്ക് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യാനോ ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിക്കാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു. ഞങ്ങൾ കുടുംബത്തിൽ ഒരു സാധാരണ ഒരു ആവറേജ് ഫാമിലിയാ. ആവറേജ് വന്നിച്ച് ആവറേജ് ആയിട്ടുള്ള ഒരു കുടുംബമാ ഞങ്ങളെ കുടുംബം. പക്ഷെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു ചേച്ചിയെ ഒരാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോ അവരും ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളായിരുന്നു. പക്ഷേ പെട്ടെന്ന് 2-3 വർഷം കൊണ്ട് ഈ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു ബിസിനസ് ചെയ്തു മഹാധനവാനായി. മഹാധനവാൻ എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലൊക്കെയുള്ള ഏറ്റവും നല്ല സാമ്പത്തികമായി ഏറ്റവും കോടികളെ കാറിലൊക്കെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ഭയങ്കര ധനവാനായി. കോടികള് ഫ്ലാറ്റുകള്, കോടികള് ബിസിനസ്, കോടികൾ വില മതിക്കുന്ന 2 കോടി വില മതിക്കുന്ന കാറുകള് ഇങ്ങനെ കയറുവാനിടയായി. അപ്പൊ പക്ഷേ ആ ചേച്ചിയുടെ വീട് സാധാരണ വീടാ, സാധാരണ ആൾക്കാരാ, അതേപോലെയായിരിക്കുന്നത്. പക്ഷെ കർത്താവ് എന്നോട് ഒരു കാര്യം കാണിച്ചു തന്നു. ഈ ചേച്ചിയെ വിവാഹം കഴിച്ചവൻ മഹാസമ്പന്നനായി തീർന്നത് കൊണ്ട് ആ സമ്പത്തിന്റെ അവകാശത്തിലേക്ക് ഈ ചേച്ചി ആഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ആ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്തു, ഈ ചേച്ചിക്ക് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു മഹാകൃപ ഈ ചേച്ചിയുടെ മേൽ വന്നു. അല്ലേ, അവരുടെ കുടുംബത്തെ ഒന്നുമല്ല, അവരുടെ കുടുംബത്തിന്റെ കാര്യമേ അല്ല, പക്ഷെ ഒരുവനുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധം, ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധം, ആ ബന്ധത്തിൽ ഈ സാധുവായ സ്ത്രീയെ എന്ത് ചെയ്തു, മഹാസമ്പന്നയാക്കി, അവകാശിയാക്കി, കൂട്ടവകാശിയാക്കി, അത് ഇൻഹെറിറ്റ് ചെയ്യുന്നവളാക്കി മാറ്റി. താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് ഇതിന്റെ മർമ്മങ്ങൾ പിടികിട്ടുന്നുണ്ട്? ഒരു വിവാഹത്തോടുകൂടി ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തെ രാജകീയമായ പൊസിഷനിലേക്ക് മാറ്റി ഇന്ന് വളരെ വളരെ പ്രൗഡായിട്ടുള്ള ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ള രീതിയിൽ ചേച്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിന്റെ മുന്നിൽ കാണുക. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവവും ഇത് തന്നെയാ നമ്മളോട് സംസാരിക്കുന്നത്. ദൈവവും ഇത് തന്നെയാ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ വിവാഹ ഉടമ്പടിയാണ് ഏറ്റവും പ്രധാനം. ആരുമായിട്ടുള്ള വിവാഹ ഉടമ്പടി? കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ ഉടമ്പടി ഉണ്ട്. ഇന്ന് നമ്മൾ എന്തോ ആയിക്കോട്ടെ, എത്ര സാധുവായിക്കോട്ടെ, എത്ര കഴിവില്ലാത്തവരായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരൊറ്റ വിവാഹ ഉടമ്പടിയിലൂടെ നിങ്ങളെ എൻ്റെ ഈ സ്ഥിതി മാറാൻ പോകുക. കാരണം എന്താണെന്നറിയോ, എൻ്റെ വേർഡും ഇതും തമ്മിൽ, എനിക്ക് കർത്താവ് തന്ന പ്രോമിസ് ഇതും തമ്മിൽ ഭയങ്കര ടൈപ്പായി. ഞാൻ ഹിയർ ഓഫ് ഇൻഹെറിറ്റൻസ്, ചില അവകാശത്തിലേക്ക് ഒരു കവനന്റിലൂടെ കയറുന്ന വർഷമാക്കി കർത്താവ് എൻ്റെ വർഷത്തെ മാറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രോമിസിനോട് ജോയിൻ ചെയ്യുക. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാടിനോട് എല്ലാവർക്കും ജോയിൻ ചെയ്യുക. ദൈവത്തിന് പ്രായമില്ല. ദൈവത്തിന് നമ്മൾ ഏത് ഏജിൽ ബ്ലസ് ചെയ്യണമെന്നില്ല, എല്ലാ ഏജിലും ബ്ലസ് ചെയ്യപ്പെടണം. കർത്താവിന്റെ ആഗ്രഹം അതാ. ഒത്തിരി ഏജ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും, അല്ലേ, ഞങ്ങൾക്ക് ഇനി എന്ത് ബ്ലെസ്സിങ്, ഞങ്ങളെ ശരീരം ക്ഷീണിച്ചു, ഞങ്ങൾക്ക് അധ്വാനിക്കാനില്ല, എന്ത് ബ്ലെസ്സിങ് എന്ന് വിചാരിക്കത്തില്ലേ? പക്ഷെ എൻ്റെ ദൈവം എൻ്റെ കണ്ണിന്റെ മുന്നിൽ അത് തെളിയിച്ചു തന്നു. എൻ്റെ അച്ഛനും അച്ഛനും ഇന്ന് 76 വയസ്സായി, ഒത്തിരി ഏജ്ഡ് ആയി, ശരീരത്തിൽ കുറച്ച് ബലഹീനതയൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് എൻ്റെ അടുത്ത് കാണാനിടയായി, എന്നെ കണ്ണു തുറപ്പിച്ച ഒരു കാഴ്ച എന്ന് വെച്ചാൽ, ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നാണ് കർത്താവിനെ അറിയുവാനിട വന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനായിരുന്നു ഏറ്റവും ആദ്യം ദൈവത്തെ അറിയാനിട വന്നത്. ഞാൻ +2 കഴിഞ്ഞ് പോളിടെക്നിക്കില് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ദൈവത്തോടൊരു ഒരു അട്രാക്ഷൻ ഉണ്ടായത്. ആരും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ആരും എന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ തന്നെ യേശു നല്ലവനെന്നും, യേശുവിൻ്റെ ഇങ്ങനെ ഈ പറയുന്ന ഭാഷയൊന്നും എനിക്കറിയത്തില്ല. അറിയാലോ, +2 കഴിഞ്ഞ മക്കളുള്ള വീടല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, +2 കഴിഞ്ഞ
കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിപ്പിക്കുന്ന കുട്ടിയുടെ മാനസിക വളർച്ച എത്ര ഉണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കി. കോളേജ് ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല നല്ല എന്താ പറയാ, ഞാൻ എല്ലാ കലാപരിപാടികളിലും എല്ലാം നിന്ന് എനിക്ക് പാട്ട് പാടുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു, എല്ലാറ്റിലും വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എന്തിനെനിക്ക് കർത്താവിനെ അന്വേഷിക്കേണ്ടി വന്ന് ഒരു ചുമരിൽ എഴുതിയ ഒരു വചനം എന്നോട് സംസാരിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ചുമരിൽ എഴുതി വെച്ച വചനം, CSI ചർച്ചിന്റെ വാളിൽ എഴുതി വെച്ച വചനം എന്നും ഞാൻ വായിക്കായിരുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒറബന ശിഖറല യഹോ എന്ന എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് തരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. കുഞ്ഞു കുഞ്ഞു വാക്കുകള്. ആ സമയത്ത് എനിക്ക് എഴുതുവാനൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ സ്റ്റോറി കോമ്പറ്റീഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സ്കൂളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് വേർഡ് തന്നെ ഒത്തിരി അങ്ങിട്ട് നല്ല നല്ല വാക്കുകളാണല്ലോ, നല്ല നല്ല വേർഡിങ്സ് ആണല്ലോ. എൻ്റെ ഹൃദയത്തിലേക്ക് അത് കയറാൻ തുടങ്ങി. ഞാൻ എന്നും ആ വചനം, ആ CSI ചർച്ചിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം, ആ കോമ്പൗണ്ടിൽ മീറ്ററുകൾ 19 മീറ്റർ നീളമുള്ള, നിങ്ങൾക്കറിയാം കോഴിക്കോട് മനോരമ അവിടെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ചുമരിൽ എഴുതി വെച്ച വചനങ്ങള്, ആ വചനങ്ങൾ ഇന്നും അവിടെയുണ്ട്. പക്ഷെ ആ വചനമാ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഒരു വ്യക്തി എന്നോട് സംസാരിച്ചിട്ടില്ല, ഒരു വ്യക്തി യേശുവേ എന്ന് പറഞ്ഞിട്ടില്ല. സ്നാനപ്പെടാൻ പറ്റുമോ എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രമേ ഞാനൊരു സഭ കണ്ടിട്ടുള്ളൂ. അതുവരെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മേൽ പ്രവർത്തിച്ചു. ഞാൻ തന്നെ പോയി 75 രൂപയ്ക്ക് അന്ന് ഹോസ്റ്റലിൽ അച്ഛൻ ആഹാരം കഴിക്കാൻ തന്ന പൈസ ഉപയോഗിച്ച്, 75 രൂപ എന്ന് പറയുമ്പോൾ അന്ന് ഭയങ്കര വലിയ പൈസയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ച് അച്ഛൻ എൻ്റെ കയ്യിൽ റിസർവ് ചെയ്യാൻ വേണ്ടി ഒരു പൈസ തരും. മാക്സിമം 50 രൂപ, അതിൽ അന്ന് കൂടത്തില്ല കയ്യിൽ വെക്കാൻ തരുന്ന പൈസ. അന്ന് 75 രൂപ എൻ്റെ കയ്യിൽ തന്നു. ഒത്തിരി പേര് പപ്സ് വാങ്ങി കഴിച്ചു, ജ്യൂസ് വാങ്ങി കഴിച്ചു, പലതും വാങ്ങി അന്ന് കഴിക്കുമ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ആ ഒരു ബൈബിൾ സൊസൈറ്റിയിൽ പോയി 75 രൂപയുടെ ബൈബിൾ ഞാൻ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ വെക്കാനിടയായി. എനിക്ക് ഈ പുസ്തകം വായിക്കണമെന്ന ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലായി. ഓരോന്ന് ഉൽപ്പത്തി മുതൽ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ സംശയങ്ങൾ ഇട്ട് വെക്കാൻ തുടങ്ങി. ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്സും എനിക്കില്ല. ഞാൻ 1 മുതൽ 12 വരെ ഞാൻ പഠിച്ച ഒരു ക്ലാസ്സിലും എനിക്കൊരു ക്രിസ്ത്യൻ കുട്ടിയില്ല. ഞാൻ വിചാരിക്കുന്നു ഇത്രയും ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ഹൈന്ദവ നാട്ടിലാണോ ഞാൻ ജീവിച്ചതെന്ന് ചിന്തിക്കുമായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സബ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ BSc മാത്തമാറ്റിക്സ് എടുക്കണം എന്ന് അച്ഛന് ഒരു ആഗ്രഹം. BSc മാത്സ് എടുത്താൽ നല്ലതാണല്ലോ. അപ്പൊ ഞാൻ അവിടെ ബ്ലോക്ക് ഓഫീസിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാരലലി അവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ രജിസ്റ്റർ ചെയ്ത് BSc മാത്സിന് വേണ്ടി. അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഷൈനി നീ വന്നു പോയാൽ മതി, നിന്റെ അറ്റൻഡൻസ് ഒക്കെ ഞാൻ ഇട്ടുകൊള്ളാം, നീ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യും. അതിൻ്റെ ഒരു ഹാഫ് ഡേ സമയത്ത് വല്ലപ്പോഴും പോയിട്ട് സ്കൂളിലിരുന്ന് നോട്ട് കളക്ട് ചെയ്ത് ഞാൻ BSc മാത്സ് ചെയ്യാനിടയായി. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ദൈവം 100% മാർക്കോട് കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്സ് എനിക്ക് പല സബ്ജക്റ്റിലും 100ൽ 100 മാർക്ക് കിട്ടി. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്തും എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വേർഡ് ഞാൻ വായിച്ചതാണ്, യഹോവയിലുള്ള വിശ്വാസ ജ്ഞാനത്തിന്റെ ആരംഭം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, പണ്ട് പഠിച്ചതുപോലെയല്ല, കർത്താവിൽ വിശ്വസിച്ചാൽ ജ്ഞാനത്തിന്റെ ആരംഭമെങ്കിൽ എഴുതുന്ന പരീക്ഷയിൽ അസാധാരണമായ മാർക്ക് കിട്ടാനിടയായി. യേശുവിന്റെ നാമത്തിൽ രക്തം അതൊരു അത്ഭുതമായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിന്നു. എന്നിട്ട് എനിക്ക് ഒന്നും പഠിക്കാതെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചിട്ടില്ലേ, അതിൽ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. തേർഡ് ഇയർ ആയ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ അത് വിട്ടു. പിന്നെ ഏകദേശം ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിൻസിപ്പളിനെ ഞാൻ കാണുവാ രണ്ടാമത്. കൊച്ചു കുഞ്ഞിനെ കയ്യിലാക്കി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെ പോയി, നീ എന്തോ പരീക്ഷ എഴുതാതിരുന്നേ, നീ ഗൾഫിൽ പോയി കഴിഞ്ഞോ, നിനക്ക് എക്സാമിനേഷൻ എഴുതണ്ടായിരുന്നു, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നീ എഴുതിയിട്ടില്ലേ, നിന്റെ എല്ലാ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കും പോകും, നീ പഠിച്ചതൊക്കെ വെറുതെ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി മാത്സ് പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എൻ്റെ തലയ്ക്കകത്തില്ല, എൻ്റെ
തലയ്ക്ക് ഈ ബൈബിളിലെ വചനവും എൻ്റെ ജീവിതവും ഒക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുക. സാർ പറഞ്ഞു, നീ ഈ പ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. റമനാശിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് കേൾക്കണം. നിങ്ങളെ ചുറ്റിലും ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ കാണുന്ന മുഖമല്ല, നമ്മളെ കുഞ്ഞുങ്ങൾ അവിടെ നടക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ ഹൃദയം അവിടെ കൂടെ പമ്മി പമ്മി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കുക, നിങ്ങൾ വിളിച്ച ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തെ പകരുന്ന ദൈവമാ, നിങ്ങൾക്ക് ജീവിതത്തിൽ പോകുവാനുള്ള വഴികളെ ഉപദേശിച്ചു തരുന്ന ദൈവമാ, വലിയൊരു അവകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവമാ. അന്ന് അവിടെ ഏകദേശം 35ഓളം കുട്ടികൾ വരുന്ന ഒരു ക്ലാസ് റൂമിൽ ഞാൻ ഇന്ന് ഇതുപോലെയൊന്നല്ല, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര തടിയൊക്കെ വെച്ച് ചെറിയ 16-17 വയസ്സുള്ള കുട്ടികളെ കൂട്ടത്തിൽ ക്ലാസ്സിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു സാറോട്, സാറേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, പഠിക്കാതെ ഇത് ഫൈനൽ ഇയർ മാത്തമാറ്റിക്സ് കഴിഞ്ഞവർക്ക് അറിയാം, 12 പേപ്പർ മാത്സിന്റെ പേപ്പറാ, പഠിക്കാതെ ഈ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ അറിയാം, അവർക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല, പഠിക്കാതെ എഴുതാൻ പറ്റത്തില്ല എന്ന് 200% ഉറപ്പാ. അപ്പൊ സാർ പറഞ്ഞു, നീ തോറ്റോട്ടെ, പക്ഷെ ഈ തോറ്റിട്ട് അടുത്ത വർഷം നീ പഠിച്ചെഴുതിക്കും, എന്നാ നിനക്കൊരു ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യം നീ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ നിനക്ക് ഒരിക്കലും ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. റമന ശിഖിരി ഖലബലബല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് എടുക്കണോ വേണ്ടയോ, ആവശ്യമില്ലാത്ത ഓരോന്നിൽ കയറിപ്പെടണോ എന്നൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഞാനൊരു ചലഞ്ചായി എടുത്തു. ഒരു ദിവസം ക്ലാസ്സിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു അടയാളം കണ്ടു. ഞാൻ പോയ ക്ലാസ്സിൽ ആൺകുട്ടികളില്ല, ആകെ ഒരു പയ്യൻ മാത്രമുണ്ട് ആൺകുട്ടിയായിട്ട്, ബാക്കി എല്ലാം പെൺകുട്ടികളാ. അതിൻ്റെ അകത്ത് വിവാഹം കഴിഞ്ഞ പാടുള്ള പെൺകുട്ടികളുണ്ട്. പലരെയും മുഖത്ത് നോക്കുമ്പോൾ അവർക്കില്ലേ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് പറയണമെന്ന് എനിക്കൊരാഗ്രഹം. ഞാൻ ആ ക്ലാസ്സിലേക്ക് കയറി ചെന്നു. എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ കുറച്ച് പ്രിൻസിപ്പൾ പറഞ്ഞു ഫ്രണ്ട്സ് ഒരു കുട്ടികളെ പരിചയപ്പെടുത്തി തരാം, ഈ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ റാങ്ക് ഈ ക്ലാസ്സിൽ നിന്ന് വരും, അതുകൊണ്ടില്ലേ ടീച്ചേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് ഈ കുഞ്ഞുങ്ങൾ തന്നെ നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടികളോട് കൂടെ ഇരുന്നു. അവരോട് കൂടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുവാനിടയായി, മനസ്സിലാക്കുവാനിടയായി. അപ്പൊ കുഞ്ഞുങ്ങളോടുത്ത് ഒരുപാട് കാര്യം പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഉള്ളിലുള്ള വേദനകളെ ദൈവം പ്രൊഫറ്റിക്കലി എനിക്ക് റിവീൽ ചെയ്ത് തരാൻ തുടങ്ങി. ഈ കുട്ടികൾ എൻ്റെ ചുറ്റിലും ഇരിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് വെറുതെ അയക്കത്തില്ല, വെറുതെ നമ്മളെ വിടത്തില്ല. ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ ഒരു വർഷത്തെ നോട്ട് ബുക്ക് എനിക്ക് വേണ്ടി ഓരോരുത്തരായി എഴുതി തന്നു. 4-5 നോട്ട് ബുക്കുള്ള 10-20 സെറ്റ് നോട്ട് ഓരോ കുട്ടികൾ എനിക്ക് വേണ്ടി എഴുതി തന്നു. ആദ്യം ഒരു 1 വീക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ടീച്ചർ ഒരു എക്സാമിനേഷൻ ഇട്ട സമയത്ത് ഞാൻ അവർ പറയുന്ന സാധനം ഞാൻ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഒന്നും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. there exists a theta belongs to phi എന്നൊക്കെ പറയുമ്പോൾ ഈ തീറ്റയുടെ വാല്യൂ എന്താ, ഫൈ എന്താ, എപ്സിലോൺ എന്താ, ഇതൊന്നും എനിക്ക് ആ സിമ്പിൾ പോലും എൻ്റെ മൈൻഡിലില്ല. പഠിച്ചവർക്കറിയാം, ഒന്നും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനി നിനക്ക് എഴുതാൻ പറ്റും തോന്നില്ല എക്സാം, കാരണം നിന്റെ തലേൻ്റെ അകത്ത് നിന്ന് എല്ലാം പോയിരിക്കുക. 8ാം ക്ലാസ് മുതൽ പഠിച്ചു വന്നാലേ നിനക്ക് റിവൈസ് ചെയ്താലേ നിനക്ക് എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കും തോന്നി, ഇത് എന്തിനാ ഞാൻ എൻ്റെ ടൈം കളയുന്നതെന്ന് തോന്നി. പക്ഷെ അവിടെ എന്നെ നിപ്പിച്ചത് ഒറ്റ കാര്യമായിരുന്നു, ഒരു യൂത്തിന്റെ ഇടയിൽ എനിക്ക് ഇരിക്കാൻ കർത്താവ് അനുവാദം തന്നല്ലോ. പരിശുദ്ധാത്മാവ്, ഇതിൽ നിന്ന് ഒന്നിനെ കൊള്ളയടിക്കാതെ ഞാൻ പോകത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ ലക്ഷ്യ പഠനം ഒന്നും അല്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കുട്ടികളെ കൂടെ പഠിക്കാൻ തുടങ്ങി. കർത്താവ്, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടണം എന്നുള്ളൊരു തീഷ്ണത എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ എനിക്കൊന്നും എഴുതാനും പഠിക്കാനൊന്നും പറ്റുന്നില്ല. റമന ശിഖിരി ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അതിനകത്ത് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരുന്നു മാത്സിലെ. അതിന്റെ ഒരു പരീക്ഷ ടീച്ചർ ഇടാനിടയായി, ഒരു പോർഷൻസ് തന്നു പരീക്ഷ ഇടാനിടയായി. എല്ലാവരും നല്ല റാങ്ക് ഹോൾഡർ ഉള്ള ക്ലാസ് ആണ് അത് അത്രയ്ക്കും നല്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ്സാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു തുമ്പെടുത്ത് അതിൽ എന്തൊക്കെയോ എനിക്ക് അറിയുന്ന പോലെ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ എഴുതി വച്ചു. അതിനകത്ത് ടീച്ചർ ഒരു എക്സാമിനേഷൻ ഇട്ടു, 25 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ഇട്ടു. ഞാനും പരീക്ഷ എഴുതി ഒരു ദിവസം എനിക്ക് ആകെ
സ്വന്തം എന്താ ഈ ടീച്ചറെ മുഖം ഞാൻ നോക്കണ്ടേ? എനിക്ക് ഭയങ്കര ഷൈ എഴുതുമ്പം. കാരണം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് ഈ ടീച്ചറെ ഫേസ് ഞാൻ എങ്ങനെ നോക്കും എന്നുള്ളൊരു ഷൈയോട് കൂടിയ ഞാൻ ഓരോ കർത്താവ് എൻ്റെ മാനം കാക്കണേ എന്ന് പറഞ്ഞ ഞാൻ ആ എക്സാമിനേഷൻ അന്ന് ക്ലാസ് ടെസ്റ്റിന് എഴുതിയത്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ ആ ബണ്ടിലും ആയിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ട് കുട്ടികളെ ഒരു ചൂരലും കയ്യിലെടുത്തേച്ച് വരുന്നത്. ഈ ക്ലാസ്സിലാണ് ഞാൻ പോയിരിക്കുന്നത്. ചൂരലും ബണ്ടിലൊക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ട്, നിങ്ങൾക്കറിയാലോ പ്രൈവറ്റ് കോളേജിൽ അങ്ങനെയാ പഠിപ്പിക്കുക. എനിക്ക് നാണക്കേട്. ഷൈനി നിന്നെ അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് നിനക്കല്ലേ, ഇത് ഇവിടെ കുട്ടികൾക്കാന്ന് പറയുന്നുണ്ട്. ആദ്യമേ പറഞ്ഞു വെച്ചാ, കാരണം ഞാൻ വലിയ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറയുന്നത് എന്നെ വിചാരിക്കാതെ ഈ ടെസ്റ്റ് മണിയിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നത്. റബ ഷിഖറ ലഖ റബ ബബ. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒരാളെ ഞാൻ ഇവിടെ വിടത്തില്ല. ഒരു വ്യക്തി പോലും ഇതിനകത്ത് പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടില്ല. ഒരാൾ പോലും മാർക്കില്ല. നിങ്ങളെ ഇന്ന് ഞാൻ ഒരുപാട് ശകാരിച്ചു. ടീച്ചർ സങ്കടപ്പെട്ട് ഒരുപാട് ശകാരിച്ചു. പലർക്കും വടി കൊണ്ട് അടി കിട്ടിയെന്ന്. റാങ്ക് കിട്ടും, ഹോൾഡർ കിട്ടും എന്ന് പറയുന്ന ആ കുട്ടിക്കില്ലേ 25-ൽ 16 മാർക്ക്. നീയൊക്കെ എന്തിനാ ഇത്ര നാൾ പഠിച്ചതെന്നും പറഞ്ഞിട്ട് ഭയങ്കര അടി കിട്ടി. ഏറ്റവും ലാസ്റ്റ് എൻ്റെ പേപ്പർ എടുത്തു തന്നു. ഔട്ട് ഓഫ് 25 ഐ ഗോട്ട് 23 മാർക്ക്. 25-ൽ 23 മാർക്ക് എനിക്ക് തരുവാനിടയായി. ഇതാ നമ്മുടെ കർത്താവ്. അതിനുശേഷം ഇല്ലേ, എന്നെ ഒരു പഠിക്കാത്ത കുട്ടി എന്ന രീതിയിൽ നോക്കി തന്ന കുട്ടികളൊക്കെ എൻ്റെ റൗണ്ടിൽ വന്നിരിക്കാൻ തുടങ്ങി. എൻ്റെ പേപ്പറുകൾ എടുത്ത് റഫർ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയായി ചേച്ചി ഇതിന് ആൻസർ ചെയ്തെന്ന് നോക്കുവാൻ തുടങ്ങി. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനും കോച്ചിങ് സെന്ററിനെയും ഒക്കെ വെട്ടിച്ചു പോകുന്ന ഒരു ശക്തിയാ. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോച്ചിങ് നടത്തുന്നില്ലേ, മെഡിസിന്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നില്ലേ, ഇതിനെയൊക്കെ അടിച്ച് പൊളിച്ചേച്ച് അതിന്റെ മേലെ കൂടെ സഞ്ചരിക്കുന്നതാ പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന ദൈവശക്തി. എത്ര പേര് വിശ്വസിക്കുന്നു? അവിടെ ഇല്ലേ 23 മാർക്ക് കിട്ടിയപ്പോലെ കർത്താവ് എന്നെ ചാടി എഴുന്നേൽപ്പിച്ചു. ഞാൻ എന്താ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലേ, എന്നെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ സാധിക്കും നമ്മളെ തലമുറയുടെ മേലെ ദൈവത്തിന് ചെയ്യാം. പ്രിയ മാതാപിതാക്കളെ, ഞാൻ പറയാ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴില്ലേ ഇങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നമ്മളെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പുറകിലേക്കായി പരാജയ ഭീതിയോടുകൂടി നിരാശയോടുകൂടി മടങ്ങി നിൽക്കുന്നുവെങ്കിൽ സാഹചര്യത്തെയും മറ്റുമല്ല, ഇത് എൻ്റെ ടെസ്റ്റ് മണിയാ. ആ ടീച്ചർ ആ കുട്ടികളെ അത്രയും വഴക്ക് പറയാൻ കാരണം എന്താണെന്നറിയാം? എനിക്ക് ABCD അറിയത്തില്ലെന്ന് ടീച്ചർക്കറിയാം. എനിക്ക് സാധിക്കുമെങ്കിൽ ഈ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായി. പിന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ എനിക്ക് നോട്ടുകളെല്ലാം എഴുതി തരാൻ തുടങ്ങി. ചേച്ചി പഠിക്കണം എന്ന് പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എങ്ങനെ കർത്താവെ പഠിക്കണം? ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടിയെ ആ ഒരു വർഷത്തെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റഡി ലീവിന്റെ സമയത്താ, പരീക്ഷയ്ക്ക് 1 മാസം മുന്നേ ഉള്ളപ്പോഴാണ് ഞാൻ കാണുന്നത്. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഡ്യൂറേഷനിലാണ് ഞാൻ ഈ ടീച്ചറെ കാണുന്നത്, എന്നെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. ഒന്നും എനിക്ക് സമയമില്ല. ആകെ 1.5-2 മാസം സമയമുണ്ട്. അതിനിടയ്ക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് ഞാൻ വിചാരിച്ചു, ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികളോ എടുത്ത് പോയിട്ട് ഞാൻ പഠിക്കാന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ കർത്താവിനോട് പറഞ്ഞു, നോ ഷൈനി, ഏറ്റവും പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, ഏറ്റവും ബലഹീനമായ കുഞ്ഞുങ്ങളെ നീ വിളിച്ച് എൻ്റെ അടുത്തേക്ക് ഇരുത്താൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവെ, ഞാനല്ലേ നിനക്ക് 23 മാർക്ക് വാങ്ങിച്ചു തന്നത്? എൻ്റെ വചനം നീ അവരോട് സംസാരിക്കണം, അവർക്ക് ബലം പകരണം, അവർക്ക് കോൺഫിഡൻസിനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും പഠിക്കാത്ത 5 കുട്ടികളെ എന്നും ആ സ്റ്റഡി ലീവിന്റെ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കയറി വരും. എന്നും എൻ്റെ വീട്ടിലേക്കില്ലേ, രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് പോലെ ഇല്ലേ, സ്റ്റഡി ലീവിന് എൻ്റെ വീട്ടിലേക്ക് 5 കുട്ടികൾ വരും. 5 കുട്ടികളും വന്നിട്ടില്ലേ എൻ്റെ കൂടെ ഇരുന്ന് ഈ കുഞ്ഞുങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവർക്ക് ആഹാരം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഇവരോട് സുവിശേഷം പറയാൻ തുടങ്ങി. യേശു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ പഠിച്ചു. റമന ഷിക്കിരി കലബല ബലബല യേശുവിനെ അവർക്ക് അറിയത്തില്ല. ഞാൻ യേശു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫുൾ സെൻസിലൊന്നും അവരെടുക്കുന്നില്ലായിരുന്നു. അവർക്ക് അത് അത്ര മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ അത്ഭുതം ഒന്ന് പറയട്ടെ, ആ വർഷം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കഴിഞ്ഞു. 35 പിള്ളേരുണ്ടായിരുന്നു. ആ റിസൾട്ട് വന്നു നോക്കുമ്പോൾ ആകെ 4 പേരെ പാസ്സായിട്ടുള്ളൂ. എൻ്റെ നമ്പറും അതിനകത്തില്ല. ആകെ 4 സ്റ്റുഡൻസ് ആണ് ഫുൾ സബ്ജക്ട് പാസ് ഔട്ട് ആയത്. അങ്ങനെ അവിടെ പ്രിൻസിപ്പൽ, ഞാൻ നോക്കിയപ്പോൾ, ഞാൻ കോളേജിൽ പോയ സമയത്ത് പറഞ്ഞു, ഷൈനിയുടെ നമ്പർ. ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പർ ഇല്ല. പ്രിൻസിപ്പളോട് പറഞ്ഞു, എൻ്റെ നമ്പർ ഇല്ല, ഞാൻ വെറുതെ മെനക്കെട്ടല്ല, എൻ്റെ നമ്പർ ഇല്ല. എനിക്കതിൽ പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തതാ. കാരണം
പഠിക്കുന്ന കുട്ടികളടക്കം ആ റാങ്ക് കിട്ടുന്ന കുട്ടിയും വേറെ ഒരു 3 കുട്ടിയെ പാസ്സായിട്ടുള്ളൂ, 4 പേരെ പാസ്സായിട്ടുള്ളൂ. റമന ഷിക്കിരി ഖലബല ബലബല. അങ്ങനെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിന്റെ ഹോൾ ടിക്കറ്റ് എനിക്കിതാ, ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്ട്ലി പോവാ, ഞാൻ നിന്റെ നമ്പർ അവിടെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വരാത്തത് എങ്ങനെയാ അവിടെ ഉണ്ടായത്, നീ തന്നേന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ഹോൾ ടിക്കറ്റും പേപ്പറും വാങ്ങി ടീച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നീ ലേറ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിന്റെ റിസൾട്ട് ഇതിൽ കാണത്തില്ല. ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്കായിട്ടാ പോകുന്നതെങ്കിൽ പോകണ്ട, വേറെ എന്തെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ കൊണ്ടുപോയാൽ മതി, അല്ല നിനക്കായിട്ടല്ല പോകുന്നത്, എനിക്കൊരു ആവശ്യമുണ്ട് അവിടെ പോകാനെന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കുമ്പോഴില്ലേ, പാസ്സായ കുട്ടികളെ കൂട്ടത്തിൽ 5ാമതൊരാൾ ഞാനും. എൻ്റെ ദൈവത്തിന് മഹത്വം. ഇന്നും ആ കോളേജിൽ, മേഴ്സി എന്ന് പറയുന്ന കോളേജിൽ എൻ്റെ പേര് മുഴങ്ങിക്കേക്കും. അതിനുശേഷം ഇല്ലേ, ഒരു 4 വർഷം ഞാൻ അവിടെ പോകുമ്പോ ഇല്ലേ, ഈ ഷൈനി ആരാന്ന് എല്ലാവരും ചോദിക്കും. ടീച്ചർ ഓരോ കോളേജിലും പോയിട്ട് 1 മാസം കൊണ്ട് BSc മാത്സിന്റെ ഫുൾ പഠിച്ച് അതിൽ മാർക്ക് വാങ്ങി ജയിച്ചൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേച്ച് വരരുത് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യാനും കുഞ്ഞുങ്ങളെ ശകാരിക്കുന്നത് ഇന്നും എൻ്റെ പേര് പറഞ്ഞ് അവിടെ ശകാരിക്കുന്നുണ്ട്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മനുഷ്യനാൽ അസാധ്യ, ദൈവത്താൽ സകലത് സാധ്യമെന്ന് പറഞ്ഞ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നു. റമനഷി, എനിക്ക് ലോട്ട് ഓഫ് ടെസ്റ്റിമണി ഉണ്ട്, ഒരുപാട് ടെസ്റ്റിമണി ഉണ്ട്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ആ ഒരു വെളിപ്പാടിനകത്ത് ഞാൻ മൂവ് ചെയ്തപ്പോ ഇല്ലേ, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ അവകാശത്തിനകത്തേക്ക് കയറുമ്പോഴാ, ആ മണവാളനെ വിവാഹ ബന്ധം നമ്മൾ ഉറപ്പിക്കുമ്പോഴാ നമുക്ക് ഈ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരെയാന്നറിയോ, മഹാസമ്പന്നനും മഹാസകലത്തിന്റെ ഉടയവനും ഈ ഭൂമിയിലെ സകലത്തിന്റെ മേൽ അധികാരമുള്ളവനും മരിച്ചവനെ ഉയർപ്പിക്കുന്നവനും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോ സൂര്യനെയും ചന്ദ്രനെയും ഭൂഗോളത്തെയും ഉണ്ടാക്കുന്ന ദൈവമാ എൻ്റെ ഭർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യെശയ്യാ പ്രവചന പുസ്തകം അതിന്റെ 4-ാമത്തെ വാക്യം, 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹുറാബ ഷഖലല ഖറബബ. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? യെശയ്യാ പ്രവചന പുസ്തകം 54-ന്റെ 4-5 വാക്യങ്ങൾ. താങ്ക് യു ലോർഡ്. റബ ശിഖിരി ഖലബല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. അല്ല സിസ്റ്ററെ, അതല്ല. യെസ്, അത് തന്നെ. യെസ്, അത് തന്നെ. താങ്ക് യു ലോർഡ്. അല്ല, സെയിം തന്നെ വായിച്ചോ. ഞാൻ പേജ് മറിച്ചു. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ശ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയുമില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഈ വേർഡിനെയാ ഇന്ന് ഇവിടെ മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വേർഡാ ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റമനാഷിക്ക്, നീ ലജ്ജിച്ചു പോകയില്ല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയുമില്ല. നിന്റെ യൗവനത്തിന്റെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിന്റെ നിന്ദ ഇനി ഓർക്കുകയുമില്ല. നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെ ദൈവം എന്ന് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാകുന്നു എൻ്റെ ഭർത്താവ്. ഇന്ന് ആരാ ഭർത്താവ്? നമ്മുടെ ദൈവം. ഇന്ന് ആരാ ഭാര്യ? സഭയാണ് ഭാര്യ, സഭയാണ് മണവാട്ടി, സഭയാണ് മണവാട്ടി സഭ. അതിൻ്റെ അകത്ത് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പറയാം, ഞാനാകുന്നു ദൈവത്തിന്റെ ഭാര്യ, ഞാനാകുന്നു ആ ഭാര്യ. എൻ്റെ ഭർത്താവാകുന്നു കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെ സൃഷ്ടാവായ ദൈവമാകുന്നു എൻ്റെ വീണ്ടെടുപ്പുകാരൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആ വീണ്ടെടുപ്പിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഇന്നത്തെ സഭ മണവാട്ടിയ. അതുപോലെ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മണവാട്ടിയ, കർത്താവിന്റെ മണവാട്ടിയായി നിശ്ചയിച്ചിരിക്കുക, നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. താങ്ക് യു ലോർഡ്. ഞാൻ ഒന്നും കൂടി, ഞാൻ ചേച്ചിയുടെ ഉദാഹരണം പറഞ്ഞില്ലേ,
താങ്ക് യു ലോഡ്. ദൈവത്തിന്റെ അധികാരമാ നമുക്ക് ഒരു ശകലല ഒരു സാമ്പത്തിക ബ്ലെസ്സിങ് മാത്രമല്ല. ഞാൻ ആ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ആ വ്യക്തിക്കുള്ള എല്ലാ സൗഭാഗ്യത്തിനും ആ പെൺകുട്ടി അർഹയായതുപോലെ നമുക്ക് വെറും സ്പിരിച്വലി ഉള്ള ശരി ഭൗതിക നന്മ മാത്രമല്ല കർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ദൈവം അധികാരവും കൂടി തരും, ആ പ്രൗഢി തരും, ആ പൊസിഷൻ തരും. ദൈവത്തിന്റെ അതേ അധികാരത്തിലേക്കാ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ കയറ്റിയിരിക്കുന്നത്. ഭൂമിയില് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ അധികാരം നമുക്ക് കിട്ടത്തില്ല അല്ലെ. അത് എന്ത് ചെയ്യും, ഭർത്താക്കന്മാർ ചെയ്തോണ്ടിരിക്കും, നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ജീവിച്ചവള. പക്ഷെ നമ്മുടെ ഭർത്താവിന്റെ പ്രത്യേകത അറിയാം, അവനുള്ളതിനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനും അവനുള്ളതൊക്കെ ഉപയോഗിക്കുവാനും അവന്റെ കയ്യിലുള്ളതിലൊക്കെ ജീവിക്കുവാനുള്ള അൺലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് പവർ ആ ദൈവം നമുക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. ഇതിങ്ങനെ ഇതിലുള്ള ബ്ലെസ്സിങ്ങിനെ കർത്താവ് ഓർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രവാചകനിലൂടെ ഞാൻ കേട്ട ഒരു കാര്യമായിരുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, രൂത്ത്, നവോമിയും രൂത്തും തമ്മിലുള്ള യാത്ര. വീണ്ടെടുപ്പുകാരെന്ന് പറയുന്ന വേർഡ് ഒത്തിരി എനിക്ക് അവിടെയാണ് മനസ്സിലായത്. നവോമി ഭയങ്കര എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോ രൂത്ത് എന്ത് ചെയ്തു, റബിരീതി കലബലബല, രൂത്ത് എന്ത് ചെയ്തു, അവിടേക്ക് നവോമിയെ ഉപേക്ഷിക്കാതെ കൂടെ നടന്നു. നവോമിയെ ഉപേക്ഷിക്കാതെ രൂത്ത് കൂടെ നടന്നു ഇല്ലേ. ഞാൻ നിന്നെ മരണമാണെങ്കിലും കഷ്ടമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു തീരുമാനം രൂത്ത് എടുത്തു. അങ്ങനെ രൂത്ത് വീണ്ടും എന്ത് ചെയ്യുക, സ്വന്തം നാട്ടിലേക്ക് കയറി വരിക. അവിടെ വന്ന സമയത്ത് അവൾ പറയാ, നവോമിയെ സഹായിക്കാൻ വേണ്ടി ഞാൻ പാടത്ത് പെറുക്കാൻ പോവാ. അവിടെ പെറുക്കുന്ന സമയത്ത് അവള് ബോവസിന്റെ വയലിലേക്ക് വന്നു ചേരുന്നു. നവോമി പറയാ, നീ എന്ത് ചെയ്യണം, ഒരു ദിവസം നീ ആ ബോവസിന്റെ കാൽ കീഴിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു, ദൈവമേ ഇതെന്തോ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ആ കാൽ കീഴിലേക്ക് പോയി വന്ന് ഒരു ജ്ഞാനമുള്ള സ്ത്രീയായിരുന്നു. താങ്ക് യു ലോർഡ്. ഒരു മിനിറ്റ്. യേശുവിന്റെ രക്തം ചെയ്യാം. ആ ബോവസിന്റെ കാൽക്കീഴിൽ പോയി കിടക്കാൻ പറഞ്ഞു. ആ പുതപ്പിനടിയിലേക്ക് ആര് കയറി ചെന്നു, രൂത്ത് കയറി ചെന്ന സമയത്ത് അന്ന് മുതൽ അവളുടെ ജീവിതം മാറാൻ തുടങ്ങി. യേശു ആ ബോവസിന്റെ മാൻഡിലിനടിയിലേക്ക്, ബോവസിന്റെ പുതപ്പ്, ബോവസിന്റെ മേലുള്ള അനുഗ്രഹം, ബോവസിന്റെ പുതപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതില്ലേ, ബോവസിനുള്ള സകല അനുഗ്രഹത്തിന്റെയും ബോവസിന്റെ കയ്യിലുള്ള സകല മാൻഡിലിന്റെ അടിയിലേക്ക് ആര് കയറി വന്നു, രൂത്ത് കയറി വന്ന നിമിഷം മുതല് രൂത്തിന്റെ ജീവിതം മാറാൻ തുടങ്ങി. ബോവസ് രൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായി മാറ്റപ്പെട്ടു. ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുവാനിടയായതിനു ശേഷമില്ലേ, ആ ബോവസ് മഹാധനവാനായിരുന്നു, മഹാസമ്പന്നനായിരുന്നു. അവൻ മഹാകരുണയും മനസ്സലിവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു, മഹാനീതിമാനായിരുന്നു. അതുപോലെ തന്നെ ബോവസ് രൂത്തിനെ കാണുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, നമുക്കറിയാം ഇന്ന് യൗവനത്തിൽ ഭർത്താവ് മരിച്ച ആരെങ്കിലും അമ്മയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയോ ഇല്ല അല്ലെ. പിന്നെ ഒരിക്കലും ചെറിയ പെൺകുട്ടികൾ താല്പര്യപ്പെടത്തില്ല സാധാരണ നോർമലി. എന്നാൽ എന്ത് ചെയ്തു, രൂത്ത് ആ തീരുമാനം എടുത്തപ്പോ ഇല്ലേ, ബോവസ് രൂത്തിനെ കുറിച്ച് ഒരു കേൾവി കേട്ടിട്ടുണ്ട്. ഇവൾ മഹാകരുണയുള്ള പെൺകുട്ടി, ഇവള് ദയുള്ള പെൺകുട്ടി, സഹാനുഭൂതിയുള്ള പെൺകുട്ടി, ഇവള് നല്ല ഒരു വ്യക്തിത്വമാണെന്ന് ബോവസിന് കേട്ടറിവുണ്ടായി, അറിഞ്ഞു ഇവളെ കുറിച്ച്. അങ്ങനെ രണ്ട് നീതിമാനായ ഒരു വ്യക്തിയും മഹാകരുണയും മനസ്സലിവുമുള്ള ഒരു പെൺകുട്ടിയും കൂടി ഒരുമിച്ച് ചേർന്നതിന് ശേഷമില്ലേ, അതിന്റെ അവസാനം വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അവിടെ നിന്നില്ലേ ദൈവത്തിന്റെ അത്യന്ത ശക്തി, ഒരു വംശം അവിടുന്ന് പുറപ്പെടുക. ബോവസിന്റെ രൂത്തിന്റെ അവര് തമ്മിൽ രണ്ട് നീതിമാന്മാരായ വ്യക്തികളും ഭയങ്കര മനസ്സലിവും ദയയും കരുണയുമുള്ള ബോവസും രൂത്തും തമ്മിൽ ഒരുമിച്ച് വന്ന സമയത്ത് ബോവസിന്റെ സമ്പത്തിന് മാത്രമല്ല രൂത്ത് അവകാശിയായത്, ബോവസിനുള്ള സകല മഹാധനവാൻ എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ആ മഹാധനത്തിന് മാത്രമല്ല രൂത്ത് അവകാശിയായത്. അവളിൽ നിന്ന് ഓബേദ് ജനിച്ചു, ഓബേദിൽ നിന്ന് ഈശായി ജനിച്ചു, ഈശായിൽ നിന്ന് ദാവീദ് ജനിച്ചു, ദാവീദിൽ നിന്ന് യേശു ജനിച്ചു, വലിയ ശലോമോൻ ജനിച്ചു. ശലോമോനെ നോക്കിയേ,
ആരെയൊക്കെയാ ഗ്രാൻഡ് മദർ ഈ രൂത്തിൽ നിന്ന് ജനിച്ചത് ആരൊക്കെയാ നോക്കി. തീ പോലെയുള്ള അഭിഷിക്തന്മാര് ഇവരെ കുഞ്ഞുങ്ങളിൽ നിന്ന് ജനിക്കുവാനിടയായി. ഓബേദ്, ഈശായി, ദാവീദ്, ശലമോന്, റമന, ശിക്കിരി, അതിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ വംശം യേശു തന്നെ ജനിക്കുവാനിടയായി. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മളിലെ കർത്താവിന്റെ മാൻഡിലിനടിയിലേക്ക് വരണം. കർത്താവിന്റെ പുതപ്പിനടിയിലേക്ക് വരണം. ദൈവത്തിന്റെ പുതപ്പിനടിയിലേക്ക് നമ്മൾ കേറണം. അപ്പൊ ബോവസിന്റെ പുതപ്പ് പോലെ ഒരു പുതപ്പ് എന്ന് പറയുന്ന ഒരു അവകാശമാ. നമ്മൾ ആ മാൻഡില ബോവസിന്റെ പുതപ്പ് എനിക്ക് ഓർമ്മ വന്നു. ആ ബോവസിനും രൂത്തും തമ്മിലുള്ള കണക്ഷനും ആ പുതപ്പും തമ്മിലില്ലേ എന്നെ കണക്ട് ചെയ്തപ്പോ സഭയും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധവും ഏഷ്യാവും എലീശയും തമ്മിൽ ഒരു പുതപ്പിനടിയിലേക്കുള്ള ഒരു കൈമാറ്റം, ഒരു പുതപ്പിന്റെ കൈമാറ്റമാണ് അവിടെ സംഭവിച്ചത്. എലീശയിൽ നിന്നും ഏലിയാവും എലീശയും തമ്മിൽ ഒരു പുതപ്പിന്റെ അണ്ടറിലേക്ക് അവർ വന്നത്. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു എന്നറിയാവോ? അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കാനിടയായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ ഒരു പുതപ്പിനടിയിലേക്ക് നമ്മൾ വരണം. ഒരു പുതപ്പ്, ഒരു ദൈവവുമായിട്ടുള്ള ഒരു വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സകലത്തിന്മേലും അധികാരം ദൈവം നമുക്ക് തരും. സകലത്തിന്മേലുള്ള അധികാരവും അവകാശവും ദൈവം നമുക്ക് തരും. താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ കാന്തനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. പറഞ്ഞാട്ടെ, ഇതിനു വേണ്ട ഒരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. ഞാൻ വിചാരിക്കുവാണ്, പല സ്ത്രീകളെ നമുക്ക് കപ്പിളായിട്ട് കാണാം, പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത രൂത്തിന് ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? ഷീ ഈസ് സോ ഇന്നസെന്റ് ഗേൾ. കർത്താവിന് ഇഷ്ടമുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു രൂത്ത്. അതുപോലെ തന്നെ ബോവസും ഇല്ലേ? ബോവസ് നമുക്കറിയാം, ആ എന്താ പറയാ, ഒരു സാഹചര്യങ്ങൾ പല സാഹചര്യം അവന്റെ മുന്നിൽ വന്നിട്ട് ഹി കീപ് ഹിംസെൽഫ് ഹോളി ആയിട്ട് കീപ്പ് ചെയ്ത ഒരു പുരുഷനായിരുന്നു ആര്? ബോവസ് എന്ന് പറയുന്നത്. ഹിംസെൽഫ് ഹോളി, കനിവുണ്ടായിരുന്നു, കാര്യങ്ങളെ പറ്റി ബോധമുണ്ടായിരുന്നു, വളരെ ജ്ഞാനമുള്ള ഒരു പുരുഷനായിരുന്നു, കുടുംബസ്നേഹമുള്ള ഒരു പുരുഷനായിരുന്നു, മറ്റുള്ളവരുടെ വേദനകളെ അറിയുന്ന ഒരു പുരുഷനായിരുന്നു, നിയമത്തെ തെറ്റിക്കാത്ത ഒരു പുരുഷനായിരുന്നു. അല്ലെ? മറ്റൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരുന്നു ആക്ച്വലി ബോവസിന്റെ മുന്നേ, പക്ഷെ അതിനെ മാനിച്ചൊരു പുരുഷനായിരുന്നു, ഒന്നും തട്ടിപ്പറിച്ചെടുക്കാത്ത ഒരു പുരുഷനായിരുന്നു, ഒന്നിനെ അസൂയപ്പെടാത്ത ഒരു പുരുഷനായിരുന്നു, നല്ല സഹനശക്തിയുള്ള ഒരു പുരുഷനായിരുന്നു, നല്ല സംയമനമുള്ള ഒരു പുരുഷനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു രൂത്തും. ഇങ്ങനെ രണ്ട് കപ്പിൾസ് ഒന്നിച്ച സമയത്ത് അസാധാരണമായ തലമുറ ഭൂമിയിലേക്ക് ജനിക്കുവാനിട വന്നു. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ 10 കന്യകമാരെ കുറിച്ച് നമ്മൾ ഇന്ന് തുടക്കത്തിൽ കേട്ടല്ലോ. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. അവരെ കയ്യിൽ അനോയിന്റിങ് ഉണ്ടായിരുന്നു, ഓയിൽ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഈ ഓയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് വിശുദ്ധിയെ, അനോയിന്റിങ്ങിനെയാ. അത് പകുതി ചോദിച്ച സമയത്ത് അവരെന്ത് ചെയ്തില്ല? കൊടുത്തില്ല. എനിക്കും നിങ്ങൾക്കും തികയാതെ പോകുന്നു പറഞ്ഞപ്പോ ഒരു ദിവസം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, എന്താണ് ഈ ഓയിൽ എന്ന് പറയുന്നത്? നമ്മളെ കയ്യിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന, ഒത്തിരി പേര് പ്രസംഗിച്ച് കേട്ട കാര്യമാ, കീപ്പ് ചെയ്യുന്ന അഭിഷേകമായി ഈ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഓയിലിനെ നമ്മൾ എന്ത് ചെയ്യരുത്? പകുത്തിട്ട് കൊടുക്കരുത്. ഈ ഓയിൽ എങ്ങനെയാ നമ്മൾ പകുത്തിട്ട് കൊടുക്കുക? നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? മറ്റുള്ളവരെയും കൂടി ദൈവരാജ്യത്തെ കേൾക്കണം എന്ന് കരുതി വെച്ച് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാൻ പോകും, അവരുമായിട്ട് സംസാരിക്കാൻ പോകും. എന്റെ ഓയിലും പോവും, അവർക്കിട്ട് കിട്ടത്തുമില്ല, എല്ലാം എന്ത് ചെയ്യും? കളയും. അല്ലെ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ എനിക്ക് കൗൺസിൽ ചെയ്ത് എന്റെ ഭർത്താവിനെ എന്ത് ചെയ്തു? സ്വർഗരാജ്യത്ത് കയറ്റാന്ന് വിചാരിക്കും. ഞാൻ കൗൺസിൽ ചെയ്ത് എന്റെ മക്കളെ കയറ്റാന്ന് വിചാരിക്കും. പ്രാർത്ഥന പഠിപ്പിച്ച് ഭർത്താവ് ഭാര്യയെ സ്വർഗത്ത് കയറ്റാന്ന് വിചാരിക്കും. നോ 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 നോ, ഇറ്റ്സ് കനോട്ട് പോസിബിൾ. ഓൺലി ബൈ ദ ലോർഡ്. ഒരാളെ സ്വർഗത്തിലേക്ക് കയറ്റുവാനും ഇറക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിനെ പറ്റത്തുള്ളൂ. നമുക്ക് കൗൺസിൽ ചെയ്ത് ഒരാൾ മാറുന്നില്ല എന്ന് കണ്ടാൽ ലിവിറ്റ്, ഉപേക്ഷിച്ച് കളയുക, അതിനെ വിട്ടേക്കുക. എന്ത് ചെയ്യുക? നമ്മളെ പ്രാർത്ഥനയിൽ ഇന്റർസീഡ് ചെയ്യാൻ തുടങ്ങുക. നമ്മളെ ഓയിലിനെ നമ്മൾ കളഞ്ഞുകൊണ്ട് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ കർത്താവിലേക്ക് മണവാളന് വേണ്ടി ഒരുക്കാൻ നമ്മൾ പോകരുത്. നമ്മളില്ലേ സഭകളിലൊക്കെ കാണുന്നതാ, മറ്റൊരു വ്യക്തി, നമുക്ക് കുറച്ച് അനോയിന്റിങ് ഉണ്ടാവും, വേറൊരാൾ അനോയിന്റിങ് അല്ലാതെ കാണും. അപ്പോഴെന്ത് ചെയ്യുന്നറിയോ? നീ നടക്കുന്നത് കർത്താവിലല്ല, നീ ചെയ്യുന്ന പ്രവൃത്തികൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാൻ പോകും, വാഗ്വാദത്തിന് പോകും. നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു പോകും, അല്ലെ? പറഞ്ഞു പോകും, പ്രവർത്തിച്ചു പോകും. അതെന്താ ചെയ്യുന്നത്? ഈ 10 കന്യകയുടെ കാര്യം അന്നേരം ഓർക്കണം. നമ്മുടെ ഓയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്?
പകുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നത്. നെവർ, ഒരിക്കലും ശ്രമിക്കല്ലേ. നമ്മളെ കയ്യിൽ ദൈവം പകരം ചെയ്ത ഓയിലിനെ പകുത്തിട്ടില്ലേ. നമ്മൾ ആരെയും വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പോകരുത്. നമ്മളെ ഓയിലിനെ തന്നെ കീപ്പ് ചെയ്തോണ്ട് ആ ഹോളിനെസ്സിനെ, വിശുദ്ധിനെ, ഒരുക്കത്തെയും ആ ഒരുക്കത്തെ തെറ്റിച്ച് കളയുന്ന ഒരു കൗൺസിലിങ്ങിനും നമ്മൾ പോകണ്ട. എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു, നീ എത്ര കൗൺസിൽ ചെയ്താലില്ലേ ഒരാൾ ചിലപ്പം ശരിയാവണം എന്നില്ല. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിൽ റിലേറ്റീവ്സിനോട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ, കുഞ്ഞുങ്ങളോട് പലരെയും നമ്മൾ കർത്താവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച നമുക്ക് മനസ്സിലാവും നമ്മളെ കൗൺസിലിംഗ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരാളും നന്നാകത്തില്ല. പക്ഷെ ഇന്റർസീഡ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കണം. കർത്താവിലെ അവകാശത്തിലേക്ക് കയറി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഇല്ലേ, യേശു ലഗ്യോൻ ഭൂതം ബാധിച്ച മലയുടെ മേൽ കാല് ചവിട്ടിയ പോലെ ആയിരിക്കും. ഒരു ദേശത്തെ മുഴുവൻ അന്ധകാരത്തിലാക്കി അവിടെയുള്ള കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെയും അവിടെ പോകുന്ന സകല വ്യക്തികളെ പേടിപ്പിച്ച് ഒരു ദേശത്തെ മുഴുവൻ ഭീതിയിലാക്കി ഒരുവൻ അവിടെ ഊടാടി നടന്ന സമയത്ത് എൻ്റെ കർത്താവിന്റെ ശക്തി അവിടെ പുറപ്പെട്ട് ആ ബുദ്ധിയില്ലാതെ മനോനില തെറ്റിക്കിടക്കുന്ന ഒരു വ്യക്തിയെ തിരിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിച്ചെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ കൗൺസിലിംഗ് ആണോ സംഭവിച്ചത്? അല്ല. അവിടെ എന്തുവാ സംഭവിച്ചത്? അവിടെ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, ഒറ്റ കൈവപ്പ് കൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ കർത്താവെ നിന്നെ പിന്തുടരട്ടെ, ഫോളോ ചെയ്യട്ടെ എന്ന രീതിയിൽ ഒരു വ്യക്തിയെ തിരിച്ചുവെങ്കിൽ ആ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിൽ നിന്ന് പുറപ്പെട്ടു പോയി ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ, പെർമിഷൻ ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഞാൻ അതിന് പേരിട്ടത് ഇങ്ങനെയാ. ആ ഒരു യേശു ചെയ്ത ശുശ്രൂഷയ്ക്ക് ഞാൻ ഇട്ട പേരാണ് അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന ദൈവശക്തി. രണ്ടാമത് ഞാൻ ഒരു പേരിട്ടു അതിന് പുറപ്പെട്ടു ചെന്ന്, എന്നിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് ഡിവൈസിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തി. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഇല്ലേ, എന്നിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് നിങ്ങൾ അനുവാദമില്ലാതെ നിങ്ങളെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഐ വിൽ ഫോളോ ജീസസ് ക്രൈസ്റ്റ് പറയിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിൽ വിശ്വസിക്കണം. അതിൽ വിശ്വസിച്ച് കർത്താവെ, ഇന്ന് മുതൽ കർത്താവെ, മനുഷ്യനെ കൗൺസിൽ ചെയ്ത് നമ്മുടെ അനോയിന്റിങ് കളയാതെ യേശുവിന്റെ നാമത്തിൽ ആ എണ്ണ നമ്മളെ കയ്യിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മിനിസ്ട്രി ചെയ്യുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടത്, നമ്മൾ പലരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇല്ലേ, നമ്മൾ അനോയിന്റിങ് നമുക്ക് പോകും. നമ്മളെ കുറിച്ച് വേല ചെയ്യുന്നവരെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഇല്ലേ, അപ്പോഴും നമ്മൾ അനോയിന്റിങ് പോയി പോകും. അതിലൊന്നും ഇടവരാത്ത വണ്ണം കർത്താവിന്റെ സമയം അടുത്ത് അന്ത്യകാലമായി നമ്മൾ തന്നെത്താൻ മണവാട്ടിയെ പോലെ നമ്മളെ സൂക്ഷിച്ചാൽ നമ്മൾ ആ അവകാശത്തിലേക്ക്, ആ സമയത്ത് മാത്രമല്ല, വീണ്ടെടുപ്പ് സമയത്ത് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ആ ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ കയറും. യേശുവിന്റെ നാമത്തിൽ 2026 ഒരു വീണ്ടെടുപ്പ് വർഷമായി മാറട്ടെ. അത്ഭുതം ചെയ്യുന്ന വർഷങ്ങളായി മാറട്ടെ. ഒത്തിരി ടെസ്റ്റ് മണി എൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. എക്സാമിനേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി ടെസ്റ്റ് മണി എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പേപ്പർ പോലും ഇല്ലാതെ, ഞാൻ ഇതിനു മുന്നേ ഇതിവിടെ പറഞ്ഞതാന്ന് തോന്നുന്നു, ഒരുപാട് ടെസ്റ്റ് മണി എൻ്റെ മുന്നിലുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി, അവൾക്ക് കുഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 8 വർഷമായിട്ട് കുഞ്ഞില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ, ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെല്ലാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നിരാശപ്പെട്ട് ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് അവളെ ഞാൻ കാണാനിടയായി. കർത്താവിന്റെ യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴില്ലേ ആ പെൺകുട്ടിക്ക് 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാനിടയായി. ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിന് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ദൈവത്തിന് അസാധാരണമായ ഒരു കാര്യവുമില്ല. യേശുവിന്റെ രക്തത്താൽ ആ കുഞ്ഞിന്റെ മേൽ അത്ഭുതം ചെയ്തു. അതൊന്നുമല്ല കാര്യം. ഈ കുഞ്ഞിലെ ഒരു 3 വയസ്സായ സമയത്ത്, ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് പോയ സമയത്ത് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് വരാൻ സാധിച്ചില്ല. പിറ്റേത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ ഈ കുഞ്ഞ് വെപ്രാളപ്പെട്ട് എന്നെ വിളിക്കുന്നു, ചേച്ചി വിളിച്ചായിരുന്നല്ലോ, എൻ്റെ മോന് പെട്ടെന്ന് വയ്യായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, എമർജൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. എന്താ എനിക്കറിയത്തില്ല, യൂറിനറി ട്രാക്കുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംതിങ് എമർജൻസി ആ രാത്രി തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേച്ച് അവന് പോയിട്ട് ആ ഡോക്ടർ പറഞ്ഞു, പ്രിലിമിനറി ടെസ്റ്റ് ഒക്കെ നടത്തി, അനസ്തേഷ്യന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവർ പ്രിപ്പയർ ചെയ്യാതെ പോയതായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ
നിങ്ങൾ ഇന്ന് തിരിച്ചു പോയിക്കോ, ബ്ലഡ് ഒക്കെ കൊടുത്തേച്ച് നാളെ രാവിലെ വന്ന് എന്ത് ചെയ്യണം, കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, എന്നിട്ട് നാളെ രാവിലെ നാളെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 വയസ്സുള്ള പ്രായമുള്ള കുട്ടിയാ. അപ്പൊ ഇവള് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ പ്രാർത്ഥിക്കാൻ വരണമെന്ന്, ഞാൻ വരാഞ്ഞിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത്ഭുതം ചെയ്യും, നീ പേടിക്കൊന്നും വേണ്ട, നാളെ സർജറിക്ക് പോവല്ലേ എന്നൊക്കെ അപ്പം ഞാനും അങ്ങനെ ഓർത്തില്ല. പിറ്റേ ദിവസം ഞാനല്ലേ നാട്ടിൽ പോയി, ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു, എനിക്ക് കാലിക്കറ്റ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആക്സിഡന്റലി ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വണ്ടി ബസ് സ്റ്റോപ്പിൽ എൻ്റെ മുന്നിൽ എന്നെ കാണാനിടയായി. എന്നെ ചില്ലത്താത്തി എന്നെ വിളിച്ചു, ചേച്ചി ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോവുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, ചേച്ചി വണ്ടി കയറാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ബസ്സിനാ പോകുന്നത് ഇന്ന്, നിങ്ങൾ പൊയ്ക്കോ, ഹോസ്പിറ്റലിലേക്ക് പോകണം, എനിക്ക് വേറെ വഴിക്കാ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അവർ നിർബന്ധിച്ച് എന്നെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ആ വണ്ടിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞിന് അന്ന് 3 വയസ്സ് 2.5-3 വയസ്സുണ്ടോന്ന് അറിയത്തില്ല, അത്രയേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞില്ലേ കെട്ടിപ്പിടിച്ച് ആ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു. ഒരു ഉമ്മയൊന്നുമല്ല, കുറേ ഉമ്മ കൊടുക്കുന്നു. അമ്മമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, ഇപ്പൊ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവനെന്താ ഭയങ്കര എല്ലാരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത്, ഭയങ്കര സ്നേഹം കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു, വല്യമ്മ പറഞ്ഞു, അവന് എന്തോ മനസ്സിലായിട്ടുണ്ട്, എന്തോ ഒരു ഇവനെ എന്തോ ചെയ്യാൻ പോവാന്ന് കുഞ്ഞിന് പിടികിട്ടി, ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാ, കുട്ടിയൊക്കെ അറിയാലോ, എന്തോ ഒന്നിന് ഇവനെ കൊണ്ടുപോവാന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാരെയും വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലൊക്കെ ഇതെനിക്ക് ഒഴിവായി കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നല് ആ പിഞ്ചു കുഞ്ഞിന്റെ ഉള്ളിലുണ്ടായി. അതിന് കാണിക്കുന്ന സോപ്പിടലായത് എന്ന് പറഞ്ഞു, അങ്ങനെ എന്ത് ചെയ്തു എന്നറിയാമോ, ഇത് കണ്ട സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു വേദനയും വന്നു, പെട്ടെന്നൊരു പെയിന് വന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങള് രോഗമൊക്കെ പാപം എന്തോ ഒരു ശക്തി, ഒരു വേർഡും ഒക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നു പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്തിനി കർത്താവേ, ഈ ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ മേൽ എന്തിനി ഒരു സർജറി കർത്താവേ, അങ്ങ് വിചാരിച്ചാൽ ഇതിനെ മാറ്റാൻ സാധിക്കുമല്ലോ. ആ ചിന്ത ഉള്ളിൽ ഇങ്ങനെ ഒരു കനം പോലെ വന്ന് എൻ്റെ വായിലൂടെ ആരോ തള്ളി പുറപ്പെടുന്നത് പോലെ ആ വേർഡ് അങ്ങ് പറഞ്ഞു, ഇന്ന് നിന്റെ സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു. മോനെ, നിന്റെ സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുന്നിൽ അവളെ ഹസ്ബൻഡ് ഒരു ഹൈസ്കൂളില് അധ്യാപകനാ. അവര് പറഞ്ഞു, ഷൈനി ഞങ്ങൾ സർജറി ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് പൈസയൊക്കെ എടുത്ത് പോവാ. ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെ സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞു വെച്ചാൽ അത് മാത്രം പറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നു. അന്നേരം അതിന്റെ ഗ്രാൻഡ് ഫാദറിന് മോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് വരട്ടെ എന്ന് പറയുകയും ചെയ്യുക, അതുപോലെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അവിടെ ഞാൻ അവിടെ ഇറങ്ങി അവർ ആ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്നു. രാത്രി 8:30 മണിയായപ്പോ എനിക്കൊരു കോള് വരിക, ഈ സിസ്റ്റർ എന്നെ വിളിക്കുക, ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു, എന്തോ കാരണത്താല് ഡോക്ടർ പറഞ്ഞു ഇന്ന് സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞിന് സർജറി ചെയ്യത്തില്ലെന്ന്. നിങ്ങൾ എമർജൻസി ഇന്ന് സർജറിക്ക് പോയ ആള് തിരിച്ചു വരാൻ ഇടയായില്ലേ, അതുകൊണ്ട് ഇതൊരു അടയാളമാക്കി നീ എടുത്തോ, ഈ കുഞ്ഞിന്റെ മേൽ സർജറി നടക്കത്തില്ല. അപ്പൊ പറഞ്ഞു, ചേച്ചി 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞിന്, എന്താ പറയാ, പോയിട്ട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുവരെ കുഞ്ഞിന് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ കയ്യിൽ തന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അത്ഭുതം കാണുന്നു പറഞ്ഞു. എങ്ങനെ എന്റെ ഭർത്താവ് എന്നെ സമ്മതിക്കത്തില്ല, എമർജൻസി ആയിട്ട് പറഞ്ഞ കാര്യ, ഭർത്താവ് അങ്ങനെ നിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം സർവശക്തനാ, നീ ഈ കുഞ്ഞിനെയും കൂട്ടി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ പോകുമ്പോൾ ഡോക്ടർ നിന്നോട് പറയും സർജറി ചെയ്യണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു, നേരിട്ട് തന്നെ പറയും ചെയ്യണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ലെങ്കിലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറഞ്ഞില്ലെങ്കിൽ അപ്പൊ നമുക്ക് ചിന്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിനെയും കൊണ്ട് ഈ അമ്മയും അവളെ അമ്മയും കൂടി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കാണിച്ചതല്ലേ, ഹസ്ബൻഡ് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നിന്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഇഷ്ടമുള്ള ഡോക്ടറെ അടുത്ത് പോയിക്കോ, അവരും പറയും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ പോയി നോക്ക്, അങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ വീണ്ടും എന്ത് ചെയ്തു, സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുത്തു. അവിടെ പോയപ്പോ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണ്ടെന്ന്. റമന ഷിഖറ ലഖറ ബബ, ഇതുവരെ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന് വലിയൊരു സർജറിയിൽ നിന്ന് വലിയൊരു വാക്ക് നമ്മളെ വായിൽ നിന്ന് റിലീസ് ചെയ്ത സമയത്തിലെ അത്ഭുതം അവിടെ കാണുവാനിടയായി. അവരെ ഒരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. ഗ്രാജുവലി എനിക്ക് കേൾക്കാനിടയായത്, ആ വീട്ടിൽ അവളെ അനിയൻ വിവാഹം കഴിച്ചു. കറക്റ്റ്
കറക്റ്റ് 3 വയസ്സായ സമയത്ത് ഈ കുഞ്ഞിന് വന്ന അതേ സംഭവം. ആ അനിയൻ വിശ്വാസത്തിലൊന്നും ഉള്ള ആളല്ല, വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. ആ വീട്ടില് അതേ പ്രായത്തില് അതിന്റെ അനിയന്റെ കൊച്ചിന് സെയിം സർജറി ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടെ ചെയ്യാനും ഒക്കെ ഇടയായി. അമ്മ ഓടി വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഷൈനി അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വിടുതൽ കിട്ടിയതല്ലേ, ഞാൻ അതുകൊണ്ട് അന്ന് മുതലേ ഞാൻ പറയുന്നു മോനോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവന് സർജറി ചെയ്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചു എന്ന് പറയാനിടയായി. ഒരു വീട്ടിൽ തന്നെ ഒരു ഫിലിം സ്റ്റോറി പോലെ ആ വീട്ടിൽ തന്നെ സെയിം സാധനം അടുത്ത കുഞ്ഞിനെ കാണുവാനിടയായി. ഇതാ ദൈവത്തെ വിളിക്കുന്നവനും വിളിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം, കർത്താവിനെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. റമന ശിഖിരിരി കലബല ബലബല. യേശുവിന്റെ രക്തം ചെയ്യാം അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് യഹോവയാകുന്നു എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ആ അവകാശത്തിന്മേലാ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾക്ക് അസാധ്യമായതൊന്നുമില്ല. 10ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോനിലെ സോഷ്യൽ സ്റ്റഡീസ് വളരെ വീക്കായിരുന്നു. അവൻ ഒരു മാർക്ക് ഒരു എക്സാമിനേഷന് അവന് 55-60 കൂടുതൽ 80 മാർക്കേ കിട്ടിയിട്ടില്ല. ഒരു വർഷം ഞാൻ പറഞ്ഞു, എടാ നീ ഇത് സോഷ്യൽ സ്റ്റഡീസ് പോയാൽ നിന്റെ പെർസെൻറ്റേജ് പോവും, നീ മാത്സ് പഠിച്ചു സയൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇഷ്ടമല്ലായിരുന്നു സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ. അവന് ആ താല്പര്യം അവന് അതെന്തോ വേസ്റ്റാന്നുള്ളത്. എന്തിനാ അമ്മ ആവശ്യമില്ലാതെ ഓരോ രാജാക്കന്മാരെയൊക്കെ എന്തോ അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കയറിപ്പോയി. ഇതൊന്നും പഠിച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു ഉപയോഗം ഇല്ല, ഈ രാജാക്കന്മാരും അവരെ അങ്ങനെ തോന്നിക്കഴിഞ്ഞുകൊണ്ട് അവൻ ഇതിനൊരു ഇറിറ്റേഷൻ, ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൻ അതിനെ സ്നേഹിക്കാതെയായി, ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാതെയായി. അങ്ങനെ അവനിലെ മാർക്ക് കുറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് മാർക്ക് വേണമെന്ന് നിർബന്ധം, അതുകൊണ്ട് നീ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവന് കൊടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, ക്യാപ്സ്യൂൾ ആക്കിയിട്ടൊക്കെ കൊടുക്കും. അവൻ പറഞ്ഞു, അമ്മ തന്നതൊക്കെ പഠിച്ചു, ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടില്ല, ഓരോ വരിയും പഠിക്കണമെന്നാ സാറ് പറയുന്നത്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. സോഷ്യൽ സ്റ്റഡീസിന്റെ ഓരോ വരിയുടെ അകത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ വർഷങ്ങൾ ചോദിക്കും, എനിക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ഭയങ്കര ഭാരപ്പെട്ട് ഫൈനൽ 10ാം ക്ലാസ്സിന്റെ സ്റ്റഡി ലീവിന്റെ എത്തിയ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോവിഡിന്റെ സമയമായിരുന്നു, നെക്സ്റ്റ് ഓപ്പൺ ആയ സമയമായിരുന്നു എക്സാമിനേഷൻ. എൻ്റെ കുഞ്ഞു കീബോർഡ് വായിക്കും, മോന് കീബോർഡ് വായിക്കും, മോള് നന്നായിട്ട് വർഷിപ്പ് ചെയ്യും. എൻ്റെ വീട് അവരായിരുന്നു എന്നെ കർത്താവിന്റെ സാന്നിധ്യം. കോവിഡിന്റെ സമയത്ത് എൻ്റെ 2 മക്കളും നന്നായി വർഷിപ്പ് ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യായിരുന്നു. ഇവന് ഒരു പ്രത്യേകത ഉണ്ട്, 1 മണിക്കൂറല്ല 1.5 മണിക്കൂറല്ല കീബോർഡ് കൈവച്ച് നിൽക്കാൻ പറഞ്ഞാൽ അവൻ ഇരുന്നോളൂ, കാലും കടയത്തില്ല, ഒന്നും കടയത്തില്ല. അങ്ങനെ ഒരു സൽഗുണം അവനുണ്ട്. അവൻ ഇരുന്നോളൂ, പരീക്ഷയ്ക്ക് പഠിക്കണം ഒന്നും പ്രശ്നമില്ല, 1 മണിക്കൂറാണ് 1 മണിക്കൂറാണ് ഇരുന്നോളൂ. ഞങ്ങൾ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര ദൈവസാന്നിധ്യം വന്ന് അവിടെ നിറയാൻ തുടങ്ങി. ഞങ്ങൾ പാട്ട് പാടുമ്പോൾ നല്ല അത്യുച്ചത്തിൽ ഞങ്ങൾ പാട്ട് പാടും, വർഷിപ്പ് ചെയ്യും. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ മുന്നിൽ ഒരു നമ്പർ എഴുതി കാണിച്ചു തന്നു, 97 എന്ന് പറയുന്ന നമ്പർ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ ഇതേതാ ഈ 97? എന്നോട് പറഞ്ഞു, നിന്റെ മോന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ മാർക്കാ, വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സാത്വികേ, നിനക്ക് 10ാം ക്ലാസ്സിൽ 100ൽ 97 മാർക്ക് ബോർഡ് എക്സാമിന് കിട്ടാൻ പോവുക, റിസീവ് ചെയ്ത. അവനിത് കേട്ടപ്പോ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമല്ലേ, ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു. അമ്മ എന്തോ പറയുന്നത് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ആമേൻ പറഞ്ഞു റിസീവ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ആമേൻ പറഞ്ഞു റിസീവ് ചെയ്ത്. അത്ഭുതം ഒന്ന് പറയട്ടെ, പരീക്ഷയ്ക്ക് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിന് 100ൽ 97 മാർക്ക്. ഒരു കഴിവ്, ഇത് വിശ്വസിച്ച് ഇന്ന് എൻ്റെ മോള് 10ാം ക്ലാസ് പഠിക്കുക, എന്നോട് പറയാം, അമ്മ 100ൽ 97 മാർക്ക് സോഷ്യൽ സ്റ്റഡീസിന് വാങ്ങിക്കണമെങ്കിൽ വെരി ഡിഫിക്കൽട്ടാ, കർത്താവിന്റെ പ്രാർത്ഥനയാല ദൈവമാവന് ആ മാർക്ക് കൊടുത്തതെന്ന്. ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കയറി വരണം, നമ്മളെ നിഷ്കളങ്കയായി സൂക്ഷിക്കണം, നമ്മളെ വിശുദ്ധീകരിക്കണമെന്നേ. ദൈവത്തിന് നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാ കർത്താവിന് ആവശ്യം. നമ്മൾ തന്നെ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിൽ അസൂയ, പിണക്കം, കോപം, നമ്മളെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെ, നമ്മുടെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, അസൂയ, പിണക്കം, കോപം, ക്രോധം, തൊന്നുപക്ഷം, ഭിന്നത. ഒന്ന് എഴുതി നോക്ക്. ഇതെല്ലാം നമുക്ക് ഉപകാരമില്ല, നമ്മളെ കേൾക്കുന്നവർക്ക് ഉപകാരമില്ല. ആണോ? സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിന് ഉപകാരമില്ല, നമ്മൾ അത് വ്യാപാരം ചെയ്ത അവിടെ അത്
ഉപകാരമില്ല. ആർക്കും ഉപയോഗശൂന്യമായ ചില ചപ്പും ചവറുമായിട്ടുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കർത്താവിന് ഇതാ ആവശ്യം. നമ്മൾ ഒരു നല്ല വശമല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം നമ്മളുള്ള ചീത്തയായ കാര്യത്തെ കർത്താവിന് അടർത്തി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം കർത്താവിന്റെ കയ്യിൽ. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞേച്ച്, എനിക്കിത് വേണ്ടാന്ന് പറയണം. എറിഞ്ഞ് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കണം. കർത്താവെ, എന്നിലുള്ള പിണക്കം, എന്നിലുള്ള ക്രോധം, എന്നിലുള്ള വൈരാഗ്യം, എന്നിലുള്ള ദ്വന്ദ്വപക്ഷം, എന്നിലുള്ള അസൂയ, എന്നിലുള്ള സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്നിലുള്ള ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, കർത്താവ് എനിക്ക് വേണ്ട, ഞാൻ ഇതിനെ വെറുക്കുന്നു, എനിക്ക് ഇത് വേണ്ട. കർത്താവ് ഇത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൈ നീട്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞ് താ, ഇങ്ങോട്ട് താ, കയ്യിലേക്ക് ഇട്ട് താ. അതിനെ ഞാൻ ശുദ്ധീകരിച്ചൊരു വെള്ള വസ്ത്രം നിന്നെ ധരിപ്പിച്ചു തരാം. ഈ ഈ ഈ അങ്കി അലക്കുന്നവന്റെ കയ്യിലേക്ക് കൊടുക്ക്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അലക്കി തരുന്ന, വെണ്മയാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മളെ പഴയ മനുഷ്യനെ എറിഞ്ഞു കൊടുക്ക്. അതിനെ നമ്മളിൽ നിന്ന് ഉരിഞ്ഞു കൊടുക്ക്. നമ്മളിൽ നിന്ന് അതിനെ ക്ലോത്തിങ് എന്നാ പറയാ, അൺക്ലോത്ത് ചെയ്ത് കൊടുക്ക്. നമ്മൾ ആ ഡ്രസ്സ് അഴിക്കുന്നത് പോലെ ഇതിനെ ഉരിഞ്ഞ് കർത്താവിന്റെ കയ്യിലേക്ക്. ദൈവം പറയാ, യേശുവിന്റെ രക്തം കൊണ്ട് അതിനെ വെണ്മയാക്കി ദൈവം നമുക്ക് അത് തന്നെ പുതിയത് നമുക്ക് തിരിച്ചു തരും. കർത്താവിന് ഇത് മാത്രമേ നമ്മളിൽ നിന്ന് ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ രൂത്തിനെ പോലെ, ദൈവമേ റബശക്കല, ദൈവം പറയാ, സഭയെ നിർമ്മലീകരിക്കുന്ന ദൈവമാ. ഇതും കർത്താവിന്റെ കൃപയില്ലാതെ നമുക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയിൽ കീഴടങ്ങി നമ്മളില്ലേ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള ഒരു ഉടമ്പടിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ഇതൊരു വലിയ ടോപ്പിക്, ഒരു പ്രസംഗത്തിനായിട്ടുള്ള ഒരു ടോപ്പിക്കാ. എന്നാലും ഞാനൊന്ന് തൊട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. വിവാഹം എന്ന് പറയുന്ന ഒരു കവനന്റാ. ദൈവവും പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ഒരു ഉടമ്പടിയാ വിവാഹം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇതല്ല. എന്താ പറയാ, അങ്ങനെ ഇങ്ങനെ സംഭവിച്ച കാര്യമൊന്നുമല്ല. വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാ. ആ ഒരു ദൈവത്തിന്റെ ഉടമ്പടിയാ വിവാഹം എന്ന് പറയുന്നത്. ഉടമ്പടി തെറ്റിക്കുമ്പോൾ അവിടെ ശാപം വരുന്ന വചനം പറയുന്ന, ഉടമ്പടി തെറ്റിക്കുമ്പോഴാണ് ദൈവക്രോധം അവിടെ വരുന്നത്. മാരേജ് ഈസ് എ കവനന്റ് വിത്ത് ഹൂം ഗോഡ്, ദൈവവുമായിട്ട്, സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള കവനന്റാ നമ്മുടെ വിവാഹ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് കീഴടങ്ങി എന്ന് പറയുമ്പോഴില്ലേ നമ്മൾ കീഴടങ്ങുന്നത്, എന്റെ സാമച്ചായനല്ലേ കീഴടങ്ങുന്നത്, എന്റെ ഇന്ന ഹസ്ബൻഡിനല്ലേ, എന്റെ സുഹൃത്തിനല്ലേ ഞാൻ കീഴടങ്ങുന്നത്, ഇന്നാക്കല്ലേ കീഴടങ്ങുന്നത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു നാൾ കീഴടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കീഴടങ്ങുന്നത് കർത്താവിന്റെ കവനന്റിന്റെ മുന്നിലാ, അവന്റെ ഉടമ്പടിയിലാ നമ്മൾ കീഴടങ്ങുന്നത്. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ കീഴടങ്ങുന്നത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ മുന്നിലാ. ഉടമ്പടി തെറ്റിക്കാതെയാ നിൽക്കുന്നത്. അവിടെ പ്രതിഫലം തരുന്നത് എന്റെ ദൈവമാ. കർത്താവ് പറയാ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ചുളുക്കം കുറവുകളുള്ള സഭയെ നീ ശുദ്ധീകരിച്ച് അവളെ സ്നേഹിപ്പിൻ, അവളെ കരുതുവിൻ, അവളെ പ്രൊട്ടക്ട് ചെയ്യുവിൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, കുറവുള്ള സഭയെ സ്നേഹിച്ചതുപോലെ നീ എന്ത് ചെയ്യേ? നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ദൈവം ഒരു പുരുഷനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത്, ആ വ്യക്തി ആ പെൺകുട്ടിയല്ല സർവ് ചെയ്യുന്നത്, ആ പെൺകുട്ടിക്ക് വേണ്ടിയല്ല ജാഗരിക്കുന്നത്, ആ പെൺകുട്ടിക്ക് വേണ്ടി കഠിന പ്രയത്നം സഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹത്തിന് അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഷാഢ്യ സ്വഭാവത്തിന് മുന്നിലല്ല ഒരു പുരുഷൻ കീഴടങ്ങുന്നത്. സ്വർഗത്തിലെ ദൈവവും പുരുഷനുമായി ചെയ്ത ഒരു കവനന്റിന്റെ മുന്നിലാ തന്നെ താൻ അടിയറ വെക്കുന്നത്. അവിടെ കവനന്റിനെയാ, നീ ദൈവവുമായിട്ടുള്ള ഒരു കവനന്റിനെയാ സൂക്ഷിക്കുന്നത്. കവനന്റിനെ സൂക്ഷിക്കുന്നവനെ അവളെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. അത് അവകാശത്തിലേക്ക് കയറും, അത് ഇൻഹെറിറ്റൻസിലേക്ക് കയറും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വെളിപ്പാട് പുസ്തകം 19:7-8 വാക്യങ്ങൾ വായിക്കാമെന്ന് നമുക്ക് നിർത്താം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വെളിപ്പാട് പുസ്തകം 19:7-8. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. റബശലബലബല. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു. അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. Praise God.
ആ ശുഭ്ര വസ്ത്രം, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകിയ ഒരു ശുഭ്ര വസ്ത്രം നമുക്ക് മണവാട്ടിയെ അലങ്കരിക്കുന്നുണ്ട്. ഇതാണ് മണവാട്ടിയുടെ അലങ്കാരം. ഏതാ ശുഭ്ര വസ്ത്രം? അതെന്താ? ഒരു മനുഷ്യന്റെ നീതി പ്രവൃത്തി തന്നെ അല്ലെ? അങ്ങനെയല്ലേ സിസ്റ്ററെ വായിച്ചത്? നീതി പ്രവൃത്തികൾ തന്നെ. ആ വിശേഷ വസ്ത്രം കൊണ്ട് ദൈവം നിന്നെ അലങ്കരിക്കുക. എന്താണ് ആ വിശേഷ വസ്ത്രം? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. പറഞ്ഞാട്ടെ, വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. ഞാൻ സത്യമായിട്ട് പറയട്ടെ, വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നതും മറ്റുള്ളവരെ അത് മാത്രമല്ല, തന്നെത്താൻ നിഷ്കളങ്കയായി സൂക്ഷിക്കുന്നത്, തന്നെത്താൻ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്, പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് സൂക്ഷിക്കുന്നതാ ദൈവത്തിന്റെ മുന്നിൽ നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? ആരാണോ നീതീകരിക്കുന്നത്? വെളിച്ചം ലോകത്തിൽ വന്നിട്ട് എന്താ പറയാ, ആ മനുഷ്യന്റെ പ്രവൃത്തികളെ, തിന്മയായ പ്രവൃത്തികളെ എന്താ പറയാ, ഉരിഞ്ഞ് വെളിച്ചത്തിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നത് ആ ഒരു നീതീകരണ പ്രവൃത്തി എന്ന് പറയുന്നത്. തന്നെത്താൻ ശുദ്ധയായി സൂക്ഷിക്കുക, തന്നെത്താൻ വിശുദ്ധയായി സൂക്ഷിക്കുക. ഇങ്ങനെ വിശുദ്ധയായി സൂക്ഷിച്ചവൻ ആ കാന്തനും കാന്തയുമായി മാറുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നു, റമന ശിഖിരി ഖലബല ബലബല ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കും. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താനാ ഒരുക്കിയിരിക്കുന്നത്, മറ്റുള്ളവരെയല്ല ഒരുക്കിയത്. അതാ കണ്ടോ, ആ വേർഡ് കണ്ടോ? കാന്ത എങ്ങനെയാ ഒരുക്കിയിരിക്കുന്നത്? തന്നെത്താൻ. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, ഞാൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, ഞാൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്ര വസ്ത്രവും ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശേഷ വസ്ത്രം ധരിക്കാൻ, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ, വെളുത്ത ഹിമം പോലെ വെളുത്തതും ശുദ്ധമായതുമായ വിശേഷ വസ്ത്രം ധരിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. കൃപ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. ആ ലഗ്യോനെ കൊണ്ട്, ലഗ്യോന്റെ മേൽ ദൈവത്തിന്റെ കൃപയാ വന്നത്, കൃപയാ വന്നത്, ശക്തിയാ വന്നത്, കൃപയും ശക്തിയാ വന്നത്. അതാണ് ഏത് മനുഷ്യനെയും തിരിക്കുന്ന കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. റമന ശിഖറല കറബബ. അതിനടിയിൽ പറയാ, പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ. റമന ശിഖിരി. നമ്മൾ അറബ ശകലല കറബബ. കർത്താവേ സ്തോത്രം. സഭയെ ഒരുക്കിയിരിക്കുന്നു. ഞാനും ഒരു സഭയുടെ ഭാഗം, ഞാനും സഭയാണ്. ഞാനും സഭയാണ്. പറ, ഐ ആം ദ ചർച്ച് ഓഫ് ദ ലോർഡ്. മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ ആ ബോവസിന്റെ പുതപ്പിനടിയിലേക്ക് കയറിയതുപോലെ, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ ആ പുതപ്പിന്, ആ അവകാശത്തിൽ വീണ്ടെടുപ്പിലേക്ക് കയറ്റിയ യഹോവ കർത്താവെ, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ കർത്താവെ അവകാശത്തിലേക്ക്, ആ വീണ്ടെടുപ്പിലേക്ക് യഹോവ സൃഷ്ടാവായ ദൈവം, ഭൂമികളെ അറുതികളെ നിർമ്മിച്ചവൻ, ചന്ദ്രനെയും സൂര്യനെയും ആകാശത്തെ നിർമ്മിച്ചവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, സകലത്തിന്റെ അധിപതിയായവന്റെ ആ പുതപ്പിനടിയിലേക്ക്, ഞാൻ അവകാശത്തിലേക്ക് കാന്തയായി കയറുവാൻ പോകുന്നു, ഇൻഹെറിറ്റൻസിലേക്ക് കയറുവാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് കൃപ പകരണമേ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെത്താൻ ഞങ്ങൾക്ക് ഉപയോഗശൂന്യമായത് കർത്താവെ, ഞങ്ങൾ ഒരു അഴുക്ക് കളയവാൻ, തന്നെത്താൻ ഇഷ്ടമില്ലാത്ത സ്വഭാവ പ്രവൃത്തികള്, വാക്കുകള്, ചിന്തകള്, കർത്താവെ, ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ അൺക്ലീൻ വേർഡുകളെ, അൺക്ലീൻ തോട്ടിനെ, ശുദ്ധമല്ലാത്ത ചിന്തകളെ, വാക്കുകളെ, ശൈലികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെത്താൻ ഉരിഞ്ഞു കളയുവാൻ കൃപ
ലഭിച്ചവരാ ഞങ്ങളപ്പ. യേശുവെ, ഈ സഭയ്ക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, കുഞ്ഞാടിന് കൃപ ലഭിച്ചിരിക്കുന്നു, കുഞ്ഞാടിന് കൃപ ലഭിച്ചിരിക്കുന്നു, വസ്ത്രം അലക്കാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നത് ഇത്. വസ്ത്രം അലക്കാൻ, ശുഭ്രവും ആയിട്ടുള്ള വസ്ത്രം അലക്കാനുള്ള കൃപ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് വിശ്വസിക്കണം. അതിൽ എന്നിൽ എത്ര കഠിന സ്വഭാവമാണെങ്കിലും, എന്നും റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവം എല്ലാവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും, ഇന്നലെ പറഞ്ഞ് ഒരു രാത്രി ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ ആകുന്ന സ്വഭാവം ഉണ്ടെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അലക്കുവാനുള്ളതും ശുഭ്രവും വെണ്മയുമായി സൂക്ഷിക്കുവാനുള്ളതും തന്നെത്താൻ വസ്ത്രം അലക്കുവാനുള്ളതും അലക്കുവാനുള്ള കൃപ ദൈവം സഭയുടെ മേൽ തന്നിരിക്കുന്നു. ആ രക്തം തന്നിരിക്കുന്നു. ശുദ്ധീകരിക്കുന്ന രക്തത്താൽ ഈ ഗ്രൂപ്പിനെ ശുദ്ധീകരിക്കണേ കർത്താവേ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവ ശുദ്ധീകരിക്കണമേ. ആ മണവാളൻ മണവാട്ടി കവനന്റിലേക്ക് വരട്ടെ. ആ സഭയുടെ പുതപ്പിനടിയിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ. ഞങ്ങൾ പോകുന്ന ഏത് സഭയാണെങ്കിലും അവിടെ എന്തൊക്കെ പല കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം, എങ്കിലും അവിടെ കയറി ചെല്ലുമ്പോൾ ഞാൻ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കും. ഞാൻ എൻ്റെ അനോയിന്റിങ്ങിനെ കളയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ ക്ലോസ് ചെയ്യാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പ്രിയ കർത്താവ് വർഷിപ്പ് ലീഡ് ചെയ്ത ഷൈല സിസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, പ്രിയ മകളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ കർത്താവേ. പ്രാർത്ഥന ആവശ്യങ്ങളിൽ മേലേക്ക് ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, അത്ഭുതം ചെയ്യണമേ. അസാധാരണ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ആ അവകാശത്തിലേക്ക് കയറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവകാശത്തിലേക്ക് കയറട്ടെ. In the name of Jesus, ആ ഇൻഹെറിറ്റൻസിലേക്ക് കയറട്ടെ, ഇൻഹെറിറ്റൻസിലേക്ക് കയറട്ടെ, ഇൻഹെറിറ്റൻസിലേക്ക് കയറട്ടെ. ദൈവത്തിന്റെ വചനം പറയാ, ഹഗായി പ്രവചന പുസ്തകം 2:9 പറയും, ഈ ആലയത്തിന്റെ മഹത്വം പിന്നത്തെ മഹത്വം മുമ്പത്തേതിലും വലിയതായിരിക്കുന്നു. നമ്മൾ വിചാരിക്കുക ഏജ് ആവുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ മഹത്വം, കർത്താവ് എന്നോട് പറയാ, ഇതെന്ന് വെച്ചാലില്ലേ, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാ. ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ തേജസ് എന്ത് ചെയ്യുന്ന അറിയാവോ? നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ ടീനേജിലുള്ള ഫോട്ടോ ഒക്കെ കണ്ടാൽ ചിരിക്കാൻ തോന്നും. എന്തൊരു കോലമായിരുന്നു എന്ന് തോന്നും. ഇപ്പൊ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴേ നമ്മുടെ സൗന്ദര്യം കൂടുന്നു ഞാൻ പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയുടെ ജീവിതത്തിൽ ഞാൻ കണ്ടതാ. അവർക്കില്ലേ ഇപ്പൊ അവരെ വാർദ്ധക്യത്തിലില്ലേ അവരേറ്റവും സുന്ദരന്മാരും സുന്ദരിയുമായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരേറ്റവും വചനത്തിൽ നിലനിൽക്കുന്നു. അവരേറ്റവും സന്തോഷിക്കുന്നു. അവർ പണ്ട് സന്തോഷിച്ചതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ സമയത്താണെന്ന് അവർ തന്നെ ടെസ്റ്റിമണി പറയുന്നു. അങ്ങനെ പറയാ എൻ്റെ ആലയത്തിന്റെ മഹത്വം വർദ്ധിക്കും. സിസ്റ്റർ, അതുപോലെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷോം എന്ന് പറഞ്ഞ ആ ഡിവൈസിലിരിക്കുന്ന ബ്രദറിനെ പരിശുദ്ധാത്മാവ് വലിയ അനോയിന്റിങ്ങോടുകൂടി ഉപയോഗിക്കുവാൻ ദൈവ പദ്ധതി ഇട്ടിരിക്കുന്നു. താങ്ക് യു ലോർഡ്. റമന ഷിക്കിരി SHOM ഷോം എന്ന് പറയുന്ന ഡിവൈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കവനന്റിലേക്ക് കയറി വരണം. ഇൻഹെറിറ്റൻസിലേക്ക് ഇനിയും അടുത്തു വരുമ്പോ ദൈവം അത്ഭുതം ചെയ്യും. തന്നെത്താൻ കർത്താവിലെ അത്ഭുതം ചെയ്യും. ചില സാഹചര്യങ്ങളെ റമന ശഖലല കറബബബ ചില എതിർപ്പുകളുടെ നടുവിൽ നിന്ന് പ്രിയ ബ്രദറെ ദൈവം അവിടെ നിന്നില്ലേ പിടിച്ചു വെളിയിലേക്ക് കൊണ്ട. എന്തോ എനിക്കറിയത്തില്ല, എവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്, ഭയങ്കര റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ചില ഇടങ്ങളുണ്ട്. അവിടെ നിന്നില്ലേ ബ്രദറെ ദൈവം പ്രത്യേക രീതിയിലില്ലേ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ഭയങ്കര റെസിസ്റ്റൻസ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് മാറട്ടെ. സാഹചര്യങ്ങൾ സ്മൂത്തായി മാറട്ടെ. വിചാരിക്കുന്ന കാര്യം ചെയ്യുവാൻ പറ്റാത്ത റെസിസ്റ്റൻസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ ഞാൻ ശാസിച്ചു മാറ്റുന്നു. ഒരു ഫ്ലോ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫിനാൻസിനെ ഞാൻ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഫിനാൻസിനെ റിലീസ് ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ ഫിനാൻസ് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ബ്രദർ ടെസ്റ്റിമണി പറയത്തക്ക രീതിയിൽ, ഒരു ടെസ്റ്റിമണി പറയത്തക്ക രീതിയിൽ പ്രിയ ബ്രദർ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഒരുപാട് പേർക്ക് കൊടുക്കുന്ന കരങ്ങളാക്കി ദൈവം മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്കറിയത്തില്ല ഇപ്പൊ ശുശ്രൂഷയിലായിരിക്കുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. ബട്ട് ഗോഡ് ഈസ് ലിവിംഗ്. ഗോഡ് ഈസ് സെലക്ടഡ് യു ഫോർ ദ മിനിസ്ട്രി. യു ഫോർ ദ മിനിസ്ട്രി. യു ഫോർ ദ മിനിസ്ട്രി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ജയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്.
Rabashakalala karababa. Pradibha, God loves you. Rabasha, God loves you. യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. God loves you. ദൈവം നിന്റെ കണ്ണുനീരിനെ തുടച്ച് കളയും. നെവർ വെറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. സബ്മിറ്റ് ഓൾ യുവർ പ്രയർ അൺടു ദ ലോർഡ്. കർത്താവിന്റെ കാൽക്കീഴിൽ പോയി കിടക്കണം. യേശുവിന്റെ നാമത്തിൽ അവിടെ ഒരു പുതപ്പ് നിന്റെ മേൽ വന്നു വീഴും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധന്റെ ഒരു പുതപ്പ് നിന്റെ മേൽ വന്നു വീഴും. ദൈവം നിന്റെ അവസ്ഥകളെ തിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ രക്തം ചെയ്യ. പ്രിയ ദേവദാസനെ, മാത്യു അങ്കിളെ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിന്മേൽ വാതിൽ തുറക്കുന്നത് പോലെ ചിലത് ദൈവം ചെയ്യാൻ പോവാ. പ്രിയ ദേവദാസനെ എഴുതി വെച്ച് റൈറ്റ് ഡൗൺ ചെയ്ത ചില കാര്യങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എഴുതി വെച്ച ചില വിഷയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പരിശുദ്ധാത്മാ അതിന്മേൽ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. റബ ഓട് മാൻപേടെ കാല് പോലെ ദൈവദാസന്റെ കാലുകളെ ദൈവം ആക്കുന്നതിനായി സ്തോത്രം. ഇൻ ദ നെയിം ഓഫ് ആലയത്തിന്റെ മഹത്വം വർദ്ധിച്ചു 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 വരും. മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ അപ്പ റബാഷിക്ക് ഇതുവരെയുള്ള മിനിസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ദൈവം റിലീസ് ചെയ്യും. സ്വപ്നങ്ങൾ ഉണ്ടാകും. ഉറങ്ങുമ്പോ പരിശുദ്ധാത്മാവ് ഇടപെടും. ചില സ്വപ്നങ്ങൾ കർത്താവ് കാണിച്ചു തരും. ചില വചനങ്ങളിലെ ശക്തിയോടെ ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒത്തിരി പേരെ ജീവിതത്തെ മാറ്റിത്തിരിക്കുന്ന ചില വേർഡുകളെ പ്രിയ ദേവദാസന്റെ ഹൃദയത്തിലേക്ക് ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇട്ടുതരും. റമനാശിക്കിരി കലബല ബലബല ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ബിജോയ് ബ്രദർ, യേശുവിന്റെ നാമത്തിൽ റമന ശഖലല കറബബബ റിരര കലല കറബബബ റിഖനാമന ധനാധന. യേശുവിന്റെ രക്തം ചെയ്യാം. പരിശുദ്ധാത്മാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്താൽ ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു. റാബാഷ് യൂത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെന്ന് യങ് ജനറേഷൻസിനെ ദൈവത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ആയുധമാക്കി പരിശുദ്ധാത്മാവ് ബിജോയ് ബ്രദറെ മാറ്റുന്നു. എനിക്കറിയത്തില്ല യൂത്തിനിടയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജനറേഷൻസിനെ യൂത്തിലെ ക്യാമ്പസിനകത്തേക്ക്, കോളേജ് ക്യാമ്പസിനകത്തേക്ക് പ്രിയ ദൈവദാസനെ ദൈവം അയക്കും. എനിക്കറിയത്തില്ല യു ആർ എ ടീച്ചർ ഓർ നോട്ട്. ആണോ, ഒരു പഠിപ്പിക്കുന്ന ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല, അധ്യാപകനാണോ എന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചില ക്യാമ്പസുകളിലേക്ക്, കോളേജ് ക്യാമ്പസുകളിലേക്ക് ഒരുപാട് കുട്ടികളെ തിരിക്കും. നിങ്ങളെ മുന്നിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ടീനേജിലുള്ള കുട്ടികൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ വിതയ്ക്കുന്ന വചനം അവർ വാരിത്തുന്നതായി ഞാൻ കാണുന്നു. ആ കുഞ്ഞുങ്ങളെ എസ്കേപ്പ് ചെയ്യിക്കുന്നത്, നരകത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന ചില ആ ദൈവ പദ്ധതി പ്രിയ ദേവദാസനിലൂടെ റമന ശിഖറല ഖറബബ ദൈവം ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. റബ ശഖറബ. ഇത് എഴുതി വെക്കണം. നിങ്ങളെ മുന്നിൽ അത് വന്നുവിടും. യൂത്തിനിടയിലേക്ക് അവരെ ഇല്ലേ ഇന്ന് ലോകം പിടിക്കുമ്പോ ദൈവദാസനെ ദൈവം പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ മഹത്വം. പുതിയ ഫിനാൻസ് യേശുവിന്റെ നാമത്തിൽ ദൈവം അയക്കുക. അതിനുള്ള ഫിനാൻസ് ദൈവം അയക്കും. അതിനുള്ള സാമ്പത്തിക വിഷയം അയക്കും. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിക്കും. പെട്ടെന്ന് പ്രിയ ദേവദാസിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. പെട്ടെന്ന് എന്നുള്ള വാക്ക് മറന്നു പോവല്ലേ പ്രിയ അബീന സിസ്റ്ററെ. യു ക്യാൻ ഗെറ്റ് ദ കോൾ ഫ്രം ബിജോയ് ബ്രദർ. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയത്തില്ല, പെട്ടെന്ന് എന്നുള്ള ഒരു അത്ഭുതം അവിടെ സംഭവിക്കും. റമന ശിഖറല ഖറബബ. യേശുവിന്റെ രക്തം ചെയ്യ. പരിശുദ്ധ പിതാവേ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇന്ന് പ്രവചനാത്മാവിൽ ഒത്തിരി പേരോട് ദൈവം ഇടപെട്ടല്ലോ. മഹാകരുണയുള്ള ദൈവമാ കർത്താവെ, അങ്ങ് കരുണയുള്ള ദൈവമാ. റബ ശിഖറല കലല ജോർജി ബ്രദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. റമന ശിഖറല ഖറബബ റബ ശിഖറല ഖറബബ. ഗോഡ് വിൽ, ദൈവം ഒരു റബ ശഖറബബ റബ ശിഖിരി. നിങ്ങളെ കുടുംബത്തെ ദൈവം ബ്ലസ് ചെയ്യാൻ പോവാ. നിങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം ബ്ലസ് ചെയ്യാൻ പോവാ. ഐ ഡോണ്ട് നോ ഏത് ഏജ് ആ കുഞ്ഞിന്
കുഞ്ഞുങ്ങളെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങൾ യുവർ ചിൽഡ്രൻസ് ആർ കർത്താവിൽ ബ്ലസ് ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തില്. അവരെ കഴിവുകളെ എനിക്കറിയത്തില്ല, വലിയ കുഞ്ഞുങ്ങളാണോ ചെറിയ കുഞ്ഞുങ്ങളാണോ അറിയത്തില്ല. പക്ഷെ ഏത് ഏജിലാണെങ്കിലും ഞാൻ പറയുന്നു, ദൈവത്തെ അറിയുന്നവരായും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരാക്കി അവരെ മാറ്റത്തക്ക രീതിയിൽ ചില കൂട്ടിമുട്ടലുകൾ അവിടെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ച ചില വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് കൈവെക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനെ ചലിപ്പിക്കാൻ പോകുന്നു, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, നിങ്ങളെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതുവരെ ഉള്ളത് പോലെയല്ല, ഐ ഡോണ്ട് നോ, ഇതുവരെ ഉള്ളത് പോലെയല്ല, കാണത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി പ്രിയ ദൈവദാസന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. എന്റെ ദൈവമേ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പരിശുദ്ധ പിതാവേ, പ്രിയ ദൈവദാസന്റെ ആഗ്രഹത്തിന്മേൽ I don't know anybody studying in medicine, I don't know any pharmacy nurse, I don't know something medical related. ദൈവം എന്നെ കാണിക്കുന്നു. എനി ബിസിനസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ബിസിനസ് ആണോ ചെയ്യുന്നത്? പ്രിയ ദൈവദാസം ബിസിനസ് ആണോ ചെയ്യുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ബിസിനസിന്മേൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. ബിസിനസിനെ കുറിച്ചുള്ള ആശങ്കകൾ മാറിപ്പോകുന്നു. റമനാശി എല്ലാ തോട്ടുകൾ മാറിപ്പോകുന്നു. എനിക്കറിയത്തില്ല, ബിസിനസിന്മേൽ ദൈവം അത്ഭുതം ചെയ്യുന്നു. ഒരു പുതിയ മൾട്ടിപ്ലിക്കേഷൻ അതിലുണ്ടാകുന്നു. ഇപ്പോഴുള്ളത് ഇരട്ടിയാകത്തക്ക രീതിയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ അതിൽ സംഭവിക്കുന്നു. മെഡിസിൻ റിലേറ്റഡ് എനിക്ക് അറിയത്തില്ല. റമന ശിഖറല ഖറബബബ. യേശുവിന്റെ രക്തം ചെയ്യുക, യേശുവിന്റെ രക്തം ചെയ്യുക. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവെ, അങ്ങ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. റബ ശിഖറല ഖറബബബ. ഹല്ലേലൂയ. റബബബ ശഖലല ഖല. യേശുവിന്റെ നാമത്തിൽ ജോർജി, പ്രിയ റബ ശഖ, ഒരു മാത്യു എന്ന് പറയുന്ന ഒരു നെയിം നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, മാത്യു, റബ ശഖ, ജോസഫ്, മാത്യു, ഐ ഡോണ്ട് നോ, ഈ പേരുകളൊക്കെ ദൈവം എന്നെ കാണിക്കുന്നു. ഐ ഡോണ്ട് നോ ഹു ഈസ്. ആരെങ്കിലും ഉണ്ടോ? ജോസഫ് ഓർ മാത്യു, റബ ശിഖറല മന ദികിരി ഖല ബല ബല ബല. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവ്, ഇതിനകത്ത് ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു, അലർജികൾ സൗഖ്യമാകുന്നു, ചില ക്യാൻസറിന്റെ റിപ്പോർട്ട് യേശുവിന്റെ നാമത്തിൽ മാറുന്നു. യേശുവിന്റെ ക്യാൻസർ, ഫൈബ്രോയിഡ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഫൈബ്രോയിഡ്, ഗർഭപാത്രത്തിലുള്ള ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒത്തിരി സമയം, ഒരു 20 മിനിറ്റ്സോളം അധികം എടുത്ത് ക്ഷമ ചോദിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകാല അതിന് ക്ഷമ ചോദിക്കുക. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കൂ, ഈ കൂട്ടത്തെ അനുഗ്രഹിക്കൂ. മാൻഡിലിനടിയിലേക്ക് കയറി വരണം. കവനന്റുമായിട്ട് നമ്മളെ ഹൃദയം ട്യൂൺ ചെയ്യണം. ദൈവത്തിന്റെ പുസ്തകം നമ്മൾ കേൾക്കുന്നവരല്ല, നേരിട്ട് കാണുന്നവരായി ആ രൂത്തിനെ പോലെ ദൈവമായിട്ടുള്ള ഒരു കവനന്റ് റിലേഷനിൽ നമ്മൾ വരണം. താങ്ക് യു ലോർഡ്. എനിക്ക് സെക്കൻഡ് ഹാൻഡ് വേണ്ട, നമുക്ക് ഇനി ഫസ്റ്റ് ഹാൻഡ് കിട്ടണം. ഇനി സെക്കൻഡ് ഹാൻഡ് വേണ്ട പറഞ്ഞായിട്ട്, സെക്കൻഡ് ഹാൻഡ് നമുക്ക് വേണ്ട. ഇനി കർത്താവ് നമ്മളോട് ഇടപെടണം. ഇനി പുറത്തുള്ള ശുശ്രൂഷയല്ല, പരിശുദ്ധാത്മാവ് അകത്തുനിന്ന് നമ്മളെ ഉപദേശിക്കുവാൻ ഇടവരണം. താങ്ക് യു ലോർഡ്. കർത്താവേ, കേട്ട വചനം എല്ലാം 1000 മുളച്ചു വരട്ടെ. കർത്താവ്, അടിയങ്ങൾക്ക് കിട്ടിയതിൽ കൂടുതൽ റെവലേഷൻ കർത്താവേ ഇത് കേട്ടവരെ ഹൃദയത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.